നമുക്ക് ഇതുവരെ പഠിച്ച പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യുന്ന ചില ചോദ്യങ്ങൾ നോക്കാം. അപ്പോൾ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഷോ ദാറ്റ് സൈൻ ഇൻവേഴ്സ് ഓഫ് 2x ഇൻറ്റു റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 2 സൈൻ ഇൻവേഴ്സ് എക്സ്. ഇതിൻ്റെ വാല്യൂ 2 സൈൻ ഇൻവേഴ്സ് എക്സിനോട് ഈക്വൽ ആണെന്ന് തെളിയിക്കണം. അതുപോലെ സൈൻ ഇൻവേഴ്സ് ഓഫ് 2x ഇൻറ്റു റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 2 കോസ് ഇൻവേഴ്സ് എക്സ് 1/√2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇത് രണ്ടും നമ്മളോട് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം -1/√2 തൊട്ട് 1/√2 വരെയാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കോ, നമുക്ക് വേണ്ടത് സൈൻ ഇൻവേഴ്സ് 2x റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ആണെന്ന് തെളിയിക്കണം. നമ്മൾ നല്ലവണ്ണം ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി. ഇനി ഈ ഒരു സെറ്റിൽ ചെയ്യുന്ന ചോദ്യങ്ങളൊക്കെ ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്തത് കണ്ടു കഴിഞ്ഞാൽ, ഒന്ന് ഭംഗിയായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റൂ കേട്ടോ. അല്ലാതെ ഇതെങ്ങനെ വന്നു എന്ന് പെട്ടെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമ്മുടെ ബുദ്ധിയാണ്. ഇപ്പോൾ ഈ ചെസ്സ് കളിക്കുന്ന പോലത്തെ കുറച്ച് ബുദ്ധികളാണ്. അതായത് ഒരു 2-3 സ്റ്റെപ്പ് നമ്മൾ മുന്നിൽ കണ്ടിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അത് ഒരു തവണ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എക്സാമിനൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സ്ട്രൈക്ക് ചെയ്യൂ കേട്ടോ. അതിങ്ങനെ ബൈ പ്രാക്ടീസ് സ്ട്രൈക്ക് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇവിടെ ഇതിൻ്റെ വാല്യൂ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ആണെന്ന് കാണിക്കണം. നമ്മളിതിനെ ജസ്റ്റ് പുട്ട് എക്സ് ഈക്വൽ ടു, നമ്മളിവിടുത്തെ എക്സ് കാണുന്നിടത്ത് സൈൻ തീറ്റ എന്ന് കൊടുത്തു എന്ന് വിചാരിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ കഴിയുമ്പോൾ മനസ്സിലാവട്ടെ എന്തിനാണ് എക്സ് സൈൻ തീറ്റ എന്ന് കൊടുത്തത്. നമ്മളിവിടെ എക്സ് ഈക്വൽ ടു സൈൻ തീറ്റ എന്ന് കൊടുത്തു എന്ന് വിചാരിക്കും. അപ്പോൾ നോക്കി, ഇതിന് നമുക്ക് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് കാണുന്നിടത്തൊക്കെ സൈൻ തീറ്റ, അപ്പോൾ 2 സൈൻ തീറ്റ റൂട്ട് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ഇപ്പോൾ പതുക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള ട്രിഗ്നോമെട്രി ആലോചിക്കുക. ഇപ്പോൾ ഇവിടെ സൈൻ ഇൻവേഴ്സ് അങ്ങനെ തന്നെ എഴുതി, 2 സൈൻ തീറ്റ എഴുതി. ഈ റൂട്ട് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ ആരാന്ന് ആലോചിക്കുക. 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ആരാ? 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ട്രിഗ്നോമെട്രിയിൽ പഠിച്ചിട്ടുണ്ട്. 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് കോസ് സ്ക്വയർ തീറ്റ. ഇങ്ങനെ കിട്ടി. അടുത്ത സ്റ്റെപ്പിൽ സൈൻ ഇൻവേഴ്സ് ഓഫ് 2 സൈൻ തീറ്റ, ഈ റൂട്ട് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാലേ കോസ് സ്ക്വയർ തീറ്റ പറഞ്ഞാൽ കോസ് തീറ്റ ഹോൾ സ്ക്വയർ ആണ്. ഇപ്പോൾ റൂട്ട് സ്ക്വയറും വന്നു കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്ത് പോയി. 2 സൈൻ തീറ്റ കോസ് തീറ്റ. ഈ 2 സൈൻ തീറ്റ കോസ് തീറ്റേനെ നമുക്ക് സൈൻ 2 തീറ്റ എന്ന് മാറ്റാം. അതും നമ്മൾ ട്രിഗ്നോമെട്രിയിൽ പഠിച്ചതാണ്. 2 സൈൻ എക്സ് കോസ് എക്സ് ഈക്വൽ ടു സൈൻ 2x. സോ 2 സൈൻ തീറ്റ കോസ് തീറ്റ ഈക്വൽ ടു സൈൻ 2 തീറ്റ. അപ്പോൾ നോക്കിയാൽ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ, അപ്പോൾ അത് രണ്ടും ഒരുമിച്ച് വന്നു, ക്യാൻസൽ ചെയ്ത് പോയി. ക്യാൻസൽ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വെട്ടിക്കളയണ്ട. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2 തീറ്റ ഈക്വൽ ടു 2 തീറ്റ. ഇങ്ങനെ വെട്ടിക്കളയണമെന്നില്ല. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എന്ന് പറയുമ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എക്സ്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2 തീറ്റ ഈക്വൽ ടു 2 തീറ്റ. ഇനി ഇതിൽ നമുക്ക് ഈ തീറ്റ ആരാന്ന് നോക്കാം. നമ്മൾ ആദ്യം തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത സ്ഥലം നോക്കി, പുട്ട് എക്സ് ഈക്വൽ ടു സൈൻ തീറ്റ എന്നാണ് ചെയ്ത്. അപ്പോൾ ഈ സൈനിനെ നമ്മൾ ലെഫ്റ്റിലേക്ക് എടുത്തു എന്ന് വെക്കുക. സൈൻ ലെഫ്റ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു തീറ്റ. ലെഫ്റ്റിലേക്ക് എടുക്കുക പറഞ്ഞാൽ രണ്ട് സൈഡ് സൈൻ ഇൻവേഴ്സ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാമെന്ന് അർത്ഥം കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇപ്പോൾ ഇവിടുത്തെ തീറ്റ എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പോൾ നമുക്കിതിനെ 2 സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് തെളിയിക്കാം. കണ്ട, അപ്പോൾ നമ്മൾ തുടക്കത്തിൽ എക്സ് ഈക്വൽ ടു സൈൻ തീറ്റ എന്ന് കൊടുത്തത് കൊണ്ട് നമുക്ക് ചെയ്ത് വന്നപ്പോൾ 2 സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടി. നമ്മൾ ഫസ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്തു. ഇതുപോലെ ഇതിലെ സെക്കൻഡ് പ്രൂഫ് എങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കിട്ടേണ്ട ആൻസർ 2 കോസ് ഇൻവേഴ്സ് എക്സ് ആണ്. ക്വസ്റ്റ്യൻ ഇത് തന്നെ. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കി, ഇവിടെ 2 കോസ് ഇൻവേഴ്സ് എക്സ് കിട്ടണമെങ്കിൽ ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? അപ്പോൾ നമ്മൾ പുട്ട് എക്സ് ഈക്വൽ ടു കോസ് തീറ്റ, എക്സ് കാണുന്നിടത്ത് കോസ് തീറ്റ ഇട്ട് കൊടുത്തു എന്ന് വിചാരിക്കുക. എന്താ ഉണ്ടാവുക നോക്കാം. അപ്പോൾ ഇവിടെ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് 2 കോസ് തീറ്റ, അതായത് ഇതിൽ എക്സ് കാണുന്നിടത്തൊക്കെ കോസ് തീറ്റ കൊടുക്കുക. അപ്പോൾ 2 കോസ് തീറ്റ റൂട്ട് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. അവിടെ എക്സ് കാണുന്നിടത്തൊക്കെ കോസ് തീറ്റ കൊടുക്കുക. അപ്പോൾ നമുക്ക് സൈൻ ഇൻവേഴ്സ്
2 cos തീറ്റ അങ്ങനെ തന്നെ എഴുതി. ഈ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൈൻ സ്ക്വയർ തീറ്റയാണ്. റൂട്ട് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ റൂട്ട് സ്ക്വയറും പോയി സൈൻ തീറ്റ. അപ്പോൾ നോക്കിയേ 2 cos തീറ്റ സൈൻ തീറ്റ എന്ന് തന്നെ കിട്ടി. 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ 2 തീറ്റ അല്ലേ, അത് തന്നെയാണ് ഇവിടെയും കിടക്കുന്നത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ദിസ് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ്, ഇതിന് നമുക്ക് സൈൻ 2 തീറ്റ എന്ന് എഴുതാം, ഇതിനെ സൈൻ 2 തീറ്റ എന്ന് എഴുതാം. സൈൻ ഇൻവേഴ്സ് സൈന് വന്നു, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 തീറ്റ. ഇതിൽ തീറ്റ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കുക എക്സ് ഈക്വൽ ടു കോസ് തീറ്റ എന്നാണ് കൊടുത്തത്. അപ്പോൾ അതിൽ കോസ് ഇൻവേഴ്സ് കൊണ്ട് രണ്ട് സൈഡ് ഓപ്പറേറ്റ് ചെയ്താൽ കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് കോസ് തീറ്റ, കോസ് ഇൻവേഴ്സും കോസും പോയി തീറ്റ. ഓക്കെ, അപ്പോൾ കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു തീറ്റ. അപ്പോൾ 2 ഇൻറ്റു തീറ്റ എന്നുള്ളത് തീറ്റയ്ക്ക് പകരം കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ 2 കോസ് ഇൻവേഴ്സ് എക്സ്. അപ്പോൾ നമ്മൾ ഈ രണ്ട് സബ് ക്വസ്റ്റ്യൻസും പ്രൂഫ് ചെയ്തു. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്. ഷോ ദാറ്റ് ടാൻ ഇൻവേഴ്സ് 1/2 പ്ലസ് ടാൻ ഇൻവേഴ്സ് 2/11 ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 3/4. ടാൻ ഇൻവേഴ്സ് 1/2 ടാൻ ഇൻവേഴ്സ് 2/11 കൂടി ആഡ് ചെയ്താൽ ടാൻ ഇൻവേഴ്സ് 3/4 കിട്ടും എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ടാൻ ഇൻവേഴ്സ് എക്സും ടാൻ ഇൻവേഴ്സ് വൈയും കൂടെ കൂട്ടാനായിട്ട് ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു പ്രോപ്പർട്ടി ആയിട്ട്, പ്രോപ്പർട്ടി 5 ആയിട്ട് ഇത് തമ്മിൽ ആഡ് ചെയ്യാനായിട്ടൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് എഴുതിയിട്ട് തുടങ്ങാം. അപ്പോൾ അതൊന്ന് എഴുതി അതൊന്ന് ഓർമ്മിപ്പിച്ചിട്ട് തുടങ്ങാം. നമ്മൾ പഠിച്ചേക്കണത് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് വൈ. ഇങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ പഠിച്ചേക്കുന്നത്. ഓക്കെ, ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് 1/2, വൈയുടെ സ്ഥാനത്ത് 2/11. അപ്പോൾ നമ്മൾ ടാൻ ഇൻവേഴ്സ് 1/2 പ്ലസ് ടാൻ ഇൻവേഴ്സ് 2/11 ഈക്വൽ ടു, ഇതിൽ എക്സിന് പകരം 1/2, വൈക്ക് പകരം 2/11. സോ ടാൻ ഇൻവേഴ്സ് എക്സ് കാണുന്നിടത്ത് 1/2 പ്ലസ് 2/11 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/2 ഇൻറ്റു 2/11. ഇങ്ങനെയാണ് വരിക. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ടാൻ ഇൻവേഴ്സ് അങ്ങനെ തന്നെ വെച്ചു. ഈ 1/2 പ്ലസ് 2/11 ഒന്ന് ക്രോസ് ചെയ്ത് നോക്കാം. 1/2 പ്ലസ് 2/11, അപ്പോൾ 1 ഇൻറ്റു 11 11 പ്ലസ് 2 ഇൻറ്റു 2 4/22 ഡിവൈഡഡ് ബൈ ഇത് 1 മൈനസ്, എനിക്ക് വേണമെങ്കിൽ ഈ 2 2 ക്യാൻസൽ ചെയ്ത് കളയാം, പക്ഷെ അത് വേണ്ട, അതിലും എളുപ്പം നേരെ മൾട്ടിപ്ലൈ ചെയ്യാം. 2/22. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 15/22 ഡിവൈഡഡ് ബൈ ഇത് ക്രോസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ താഴെ ഒരു 1 ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ 1 ഇൻറ്റു 22 22 മൈനസ് 2 ഇൻറ്റു 1 2. അപ്പോൾ 22 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 20/22. ഇങ്ങനെയാണ് ക്രോസ് ചെയ്യുമ്പോൾ വരിക. ഇനി ഇതിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈക്വൽ ടു ഇതിൽ ഇങ്ങനെ a/b/c/d എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ രണ്ടാമതും നാലാമതും കിടക്കുന്ന ആൾ സെയിം ആണ്. സോ എനിക്ക് ഈ 22നെയും 22നെയും ക്യാൻസൽ ചെയ്ത് കളയാം. അതുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ 2ഉം ഈ 2ഉം വെട്ടണ്ടെന്ന് പറഞ്ഞത് കേട്ടോ. ഇവിടെ വെച്ച് നമുക്കത് ക്യാൻസൽ ചെയ്ത് കളയാം. സോ അവർ ആൻസർ ഈസ് ടാൻ ഇൻവേഴ്സ് 15/20. ഈ 15/20 എന്ന് പറഞ്ഞാൽ അതിന് 5 കൊണ്ട് വെട്ടിക്കളയാം. അപ്പോൾ നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 3/4 എന്ന് കിട്ടും. ഇതാണ് നമുക്ക് തെളിയിക്കാനായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ചെയ്ത് വന്നു. നമ്മൾ പഠിച്ച പ്രോപ്പർട്ടി 5 ഉപയോഗിച്ച് ചെയ്ത് ഈസി ആയിട്ട് റൈറ്റ് സൈഡിലേക്ക് എത്തിച്ചു. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. എക്സ്പ്രസ് ടാൻ ഇൻവേഴ്സ് കോസ് എക്സ് ബൈ 1 മൈനസ് സൈൻ എക്സ്. അപ്പോൾ -3/2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ π/2 ഇൻ ദി സിംപ്ലസ്റ്റ് ഫോം. ഈ തന്നിരിക്കുന്ന ആളെ ഏറ്റവും സിമ്പിൾ ഫോമിലേക്ക് എഴുതുക, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് ഇപ്പോൾ കണ്ട കോസ് എക്സിനും ഇപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, അതൊക്കെ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും.
അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഇതേ നമ്മളൊന്ന് തുടങ്ങി. ടാൻ ഇൻവേഴ്സ് കോസ് എക്സ് ബൈ 1 മൈനസ് എക്സ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയാണ്. കോസ് എക്സ് ബൈ 1 മൈനസ് സൈൻ എക്സ്. ഇനി നിങ്ങൾക്ക് കോസ് എക്സ് കാണുന്നിടത്ത് നമ്മളിപ്പോൾ തന്നെ എഴുതി വെച്ച വാല്യൂസ് അങ്ങോട്ട് കൊടുക്കാം. കോസ് എക്സ് ഈക്വൽ ടു നമ്മളിപ്പോൾ തന്നെ എഴുതിയത് കോസ് സ്ക്വയർ എക്സ് ബൈ 2 മൈനസ് സൈൻ സ്ക്വയർ എക്സ് ബൈ 2 അതിട്ട് കൊടുത്തു. ഡിവൈഡഡ് ബൈ 1 മൈനസ് സൈൻ എക്സ്. 1 മൈനസ് സൈൻ എക്സ് എന്ന് പറയുമ്പോൾ 1ന് പകരം കോസ് സ്ക്വയർ എക്സ് ബൈ 2 പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ബൈ 2. 1ന് പകരം കോസ് സ്ക്വയർ എക്സ് ബൈ 2 പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ബൈ 2 കൊടുത്തു. മൈനസ് സൈൻ എക്സിന് പകരം 2 സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2 കൊടുക്കുക. അതായത് നമ്മളിപ്പോൾ കണ്ട വാല്യൂസൊക്കെ ഇവിടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൽ ഇനി അടുത്ത സ്റ്റെപ്പ് ഇവിടെ കാണിക്കാം. ടാൻ ഇൻവേഴ്സ് മുകളിൽ കിടക്കുന്നത് അങ്ങനെ തന്നെ കിടന്നോട്ടെ. കോസ് സ്ക്വയർ എക്സ് ബൈ 2 മൈനസ് സൈൻ സ്ക്വയർ എക്സ് ബൈ 2 അത് അങ്ങനെ തന്നെ കിടന്നോട്ടെ. ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ആൾക്കാരെ ഒന്ന് നോക്കി. കോസ് സ്ക്വയർ എക്സ് ബൈ 2 പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ബൈ 2 മൈനസ് 2 സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2. ഇതിൽ കോസ് എക്സ് ബൈ 2നെ ഞാനൊരു എ എന്ന് വിചാരിച്ചു എന്ന് വയ്ക്കുക. സൈൻ എക്സ് ബൈ 2നെ ബി എന്ന് വിചാരിച്ചു എന്ന് വയ്ക്കുക. ഈ കിടക്കുന്നത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab ഫോമിലാണ്. അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab എന്ന് പറഞ്ഞാൽ അത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് കോസ് എക്സ് ബൈ 2 മൈനസ് സൈൻ എക്സ് ബൈ 2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇങ്ങനെ എഴുതാം. ഇനി ഇതിലെ മുകളിൽ കിടക്കുന്ന ആളെ നോക്കി. അതിനുണ്ടൊരു പ്രത്യേകത. അതിൽ കോസ് എക്സ് ബൈ 2 എയും സൈൻ എക്സ് ബൈ 2 ബിയും ആണെങ്കിൽ ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നാണ് കിടക്കുന്നത്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിന് നമുക്ക് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ എനിക്ക് കോസ് എക്സ് ബൈ 2 പ്ലസ് സൈൻ എക്സ് ബൈ 2 ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാം. ഇൻറ്റു കോസ് എക്സ് ബൈ 2 മൈനസ് സൈൻ എക്സ് ബൈ 2 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ കോസ് എക്സ് ബൈ 2 മൈനസ് സൈൻ എക്സ് ബൈ 2 ഹോൾ സ്ക്വയർ. ഇപ്പം നോക്കിയേ, മുകളിലും ഒരു കോസ് എക്സ് ബൈ 2 മൈനസ് സൈൻ എക്സ് ബൈ 2 ഉണ്ട്, താഴെ അതിൻ്റെ ഒരു സ്ക്വയറും ഉണ്ട്. അപ്പോൾ എനിക്ക് ഇയാളെ ഈ സ്ക്വയറിനെ വെട്ടിക്കളയാം. ബാക്കി ഇത്രയും കാര്യങ്ങളാണുള്ളത്. അപ്പം ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ തോന്നുന്നു. ഇതിലെ ഓരോ ടേമിനെ ഈച്ച് ടേമിനെ ഡിവൈഡ് ഈച്ച് ടേം ബൈ ഡിവൈഡ് ഈച്ച് ടേം. ഇതിൻ്റെ ഉള്ളിലുള്ള ഇവിടെയുള്ള ഈ ഓരോ ടേമിനെയും കോസ് എക്സ് ബൈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ഈച്ച് ടേം ബൈ കോസ് എക്സ് ബൈ 2. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ന്യൂമറേറ്ററിലുള്ള ആളെയും ഡിനോമിനേറ്ററിലുള്ള ആളെയും കോസ് എക്സ് ബൈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ടാൻ ഇൻവേഴ്സ് ഞാൻ ആദ്യം അങ്ങനെ തന്നെ എഴുതി. ഇവിടെ കോസ് എക്സ് ബൈ 2നെ കോസ് എക്സ് ബൈ 2 കൊണ്ട് ഹരിച്ചു 1 പ്ലസ് സൈൻ എക്സ് ബൈ 2നെ കോസ് എക്സ് ബൈ 2 കൊണ്ട് ഹരിച്ചു. സൈൻ ബൈ കോസ് എന്ന് പറഞ്ഞാൽ ടാൻ. അപ്പോൾ സൈൻ എക്സ് ബൈ 2 ബൈ കോസ് എക്സ് ബൈ 2 ടാൻ എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ ഈ കോസ് എക്സ് ബൈ 2നെ കോസ് എക്സ് ബൈ 2 കൊണ്ട് ഹരിച്ചു 1. സൈൻ എക്സ് ബൈ 2നെ കോസ് കൊണ്ട് ഹരിച്ചു. സൈൻ ബൈ കോസ് ടാൻ. നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി ഇത് കാണുമ്പോൾ പെട്ടെന്ന് തന്നെ +1 പഠിച്ച കാര്യം ഓർമ്മ വരികയാണെങ്കിൽ നല്ലത്. അതായത് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ പൈ ബൈ 4 ആണ്. അപ്പോൾ ഇത് ടാൻ പൈ ബൈ 4 പ്ലസ് ടാൻ എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ പൈ ബൈ 4 ഇൻറ്റു ടാൻ എക്സ് ബൈ 2 ആണ്. എന്ന് വെച്ചാൽ ഈ കിടക്കുന്നത് ടാൻ ഓഫ് പൈ ബൈ 4 പ്ലസ് എക്സ് ബൈ 2ൻ്റെ എക്സ്പാൻഷനാണ്. ഇത് ടാൻ ഓഫ് പൈ ബൈ 4 പ്ലസ് എക്സ് ബൈ 2ൻ്റെ എക്സ്പാൻഷനാണ്. ആലോചിച്ച് നോക്കി, ഇതിൻ്റെ എക്സ്പാൻഷൻ വരിക ടാൻ പൈ ബൈ 4 പ്ലസ് ടാൻ എക്സ് ബൈ 2.
ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ പൈ ബൈ 4 ഇൻറ്റു ടാൻ എക്സ് ബൈ 2 ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഈ റിസൾട്ടാണ് കിട്ടുക. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഇങ്ങനെ എടുത്ത് എഴുതാനായിട്ട് നമുക്ക് പറ്റണം. ഇനി ഇവിടെ നോക്കിയാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ് ഈക്വൽ ടു എക്സ് ആണ്. ഇവിടെ ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ ഓഫ് ഇയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ബൈ 4 പ്ലസ് എക്സ് ബൈ 2. അപ്പോൾ സത്യത്തിൽ നമുക്ക് തന്നിരുന്ന ആ വലിയ സൈനും കോസും ഒക്കെ ചേർത്ത് തന്നിരുന്ന ഈ വലിയ വസ്തു എന്ന് പറയുന്നത് പൈ ബൈ 4 പ്ലസ് എക്സ് ബൈ 2 ആണ്. സംഭവം കാണുമ്പോൾ ഭയങ്കര സ്റ്റാനുണ്ട്, സൈനുണ്ട്, കോസ് ഉണ്ട്, വലിയ ആളാണെന്ന് തോന്നും. പക്ഷേ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ബൈ 4 പ്ലസ് എക്സ് ബൈ 2. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് കോട്ട് ഇൻവേഴ്സ് 1 ബൈ റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് 1 വേർ എക്സ് ഗ്രേറ്റർ ദാൻ 1 ഇൻ സിംപ്ലസ്റ്റ് ഫോം. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിനെ ഏറ്റവും ചെറിയ രൂപത്തിലേക്ക് എഴുതണം. അപ്പോൾ ഇവിടെ റൂട്ടിൻ്റെ ഉള്ളിൽ എക്സ് സ്ക്വയർ മൈനസ് 1 ആണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ആലോചിക്കാം. ഇതിനെ സിമ്പിൾ ആക്കണമെങ്കിൽ ഇവിടെ കോട്ട് ഇൻവേഴ്സാണ്. അപ്പോൾ ഇതിനുള്ളിൽ മൊത്തത്തിൽ കോട്ട് തീറ്റ വന്നാലാണ് കോട്ട് ഇൻവേഴ്സ് കോട്ടും പോയി തീറ്റ എന്ന് ഉത്തരം കിട്ടുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് കോട്ട് വരികയാണെങ്കിൽ എനിക്കിതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് കോട്ട് വരണമെങ്കിൽ 1 ബൈ ടാൻ ആണ് കോട്ട്. അപ്പോൾ ഇയാൾ ടാൻ ആവണം. ഇതെപ്പോഴാണ് ടാൻ ആവാൻ സാധ്യത? അപ്പോൾ നമുക്ക് ടാൻ വെച്ചിട്ട് നമ്മൾ പഠിച്ചാണ് ഐഡൻറ്റിറ്റി ഒന്ന് ഓർക്കുക. അതായത് നമ്മൾ പഠിച്ചേക്കണത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 എന്നൊരു ഐഡൻറ്റിറ്റി പഠിച്ചിട്ടുണ്ട്. ഇതിനെ ഫുള്ള് നമ്മൾ കോസ് സ്ക്വയർ തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്തെന്ന് വിചാരിക്കും. അപ്പോൾ സൈൻ സ്ക്വയർ ബൈ കോസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് 1 ഈക്വൽ ടു സീക്ക് സ്ക്വയർ തീറ്റ. അതിൽ ഈ 1നെ ഇപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ടാം ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് 1 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നോക്കി നമ്മുടെ പ്രോബ്ലത്തിൽ ഇതിന് ടാൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ 1 ബൈ ടാൻ എന്ന് പറഞ്ഞാൽ കോട്ടാവും. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഡിനോമിനേറ്ററിൽ ടാൻ വരണമെങ്കിൽ എക്സ് ആരാവണം? കണ്ടാ ഇതുപോലെ ഇരിക്കണ്ടേ. അപ്പോൾ പുട്ട് എക്സ് ഈക്വൽ ടു സീക്ക് തീറ്റ. പുട്ട് എക്സ് ഈക്വൽ ടു സീക്ക് തീറ്റ. എക്സിന് സീക്ക് തീറ്റ എന്ന് കൊടുക്കുക. എന്നിട്ട് ഇവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കോട്ട് ഇൻവേഴ്സ് 1 ബൈ റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സിൻ്റെ സ്ഥാനത്ത് സീക്ക് തീറ്റ കൊടുത്തു. അപ്പോൾ കോട്ട് ഇൻവേഴ്സ് 1 ബൈ റൂട്ട് സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് 1. അപ്പോൾ അതിൽ സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് 1 എന്താണെന്ന് നമുക്കറിയാം. സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് റൂട്ട് ടാൻ സ്ക്വയർ തീറ്റ. സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് 1 ടാൻ സ്ക്വയർ ആണ്. ഇവിടെ റൂട്ട് ഉണ്ട്. ഇനി റൂട്ടും സ്ക്വയറും വെട്ടിപ്പോയി അത് നമുക്ക് കോട്ട് ഇൻവേഴ്സ് 1 ബൈ ടാൻ തീറ്റ എന്ന് എഴുതാം. അതായത് കോട്ട് ഇൻവേഴ്സ് കോട്ട് തീറ്റ എന്ന് എഴുതാം. ഇപ്പോൾ കോട്ട് ഇൻവേഴ്സ് കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ ഉത്തരം തീറ്റ. ഇനി തീറ്റ ആരാന്ന് നോക്കാം. എക്സ് ഈക്വൽ ടു സീക്ക് തീറ്റ എന്ന് കൊടുത്തു. അപ്പോൾ സീക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതിനെ സീക്ക് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു തീറ്റ എന്ന് വിചാരിക്കാം. അപ്പോൾ തീറ്റ ഈക്വൽ ടു നമ്മുടെ ഫൈനൽ ആൻസർ സീക്ക് ഇൻവേഴ്സ് എക്സ്. അതായത് ക്വസ്റ്റ്യനിൽ തന്ന ഈ ബൈയൊക്കെ ഇട്ട് തന്ന ആളില്ലേ കോട്ട് ഇൻവേഴ്സ് ഓഫ് ഇയാൾ, ഇത് സത്യം പറഞ്ഞാൽ സീക്ക് ഇൻവേഴ്സ് എക്സ് ആണ്. ഇതിൻ്റെ ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഫോം സീക്ക് ഇൻവേഴ്സ് എക്സ് എന്നാണ്. ഓക്കെ, ഇനി അടുത്തത് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്. പ്രൂവ് ദാറ്റ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് 2x ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 3x മൈനസ് എക്സ് ക്യൂബ് ബൈ 1 മൈനസ് 3x സ്ക്വയർ. ഇങ്ങനെ പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ലെറ്റ് അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിലുള്ള ടാൻ ഇൻവേഴ്സ് എക്സിനെ ജസ്റ്റ് y എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എക്സ് ഈക്വൽ ടു ടാൻ വൈ എന്ന് എഴുതാം. ഇനി നമ്മൾ പതുക്കെ റൈറ്റ് സൈഡിൽ നിന്ന് ചെയ്തു തുടങ്ങാം. റൈറ്റ് സൈഡിൽ നിന്ന് ഒന്ന് ചെയ്തു തുടങ്ങാം. ഫ്രം ആർ എച്ച് എസ് നിന്ന് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ ആർ എച്ച് എസിൽ ടാൻ ഇൻവേഴ്സ് 3x മൈനസ് എക്സ് ക്യൂബ് ബൈ 1 മൈനസ് 3x സ്ക്വയർ എന്നാണ് കിടക്കുന്നത്. അതിൽ എക്സിൻ്റെ സ്ഥാനത്ത് ഈ വാല്യൂ കൊണ്ടിട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ടാൻ ഇൻവേഴ്സ് 3 ടാൻ വൈ താഴെ എഴുതാം. അപ്പോൾ നമുക്ക് ഈ വാല്യൂ കൊണ്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് 3 ടാൻ വൈ മൈനസ് ടാൻ ക്യൂബ് വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് 3 ഇൻറ്റു ടാൻ സ്ക്വയർ വൈ എന്ന് എഴുതാം.
ഈ എഴുതിയിരിക്കുന്നത് 3 tan y മൈനസ് tan ക്യൂബ് y ഇത് നമ്മൾ +1 കണ്ടിട്ടുണ്ട്. ഈ എഴുതിയിരിക്കുന്നത് tan 3y ആണ്. അപ്പോൾ നമുക്കിതിനെ ദിസ് ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് tan 3y എന്ന് എഴുതാം. tan ഇൻവേഴ്സും ടാനും കട്ട് ചെയ്ത് പോയി. അതായത് tan ഇൻവേഴ്സ് ഓഫ് tan 3y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 3y. അതായത് tan ഇൻവേഴ്സ് ഓഫ് tan x എന്ന് പറഞ്ഞാൽ അത് x ആണ്. അപ്പോൾ അതുപോലെ tan ഇൻവേഴ്സ് ഓഫ് tan 3y ഈക്വൽ ടു 3y എന്ന് എഴുതാം. ഇനി ആരാണ് y എന്ന് നോക്കാം. y എന്ന് പറഞ്ഞാൽ tan ഇൻവേഴ്സ് x ആണ്. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 3 tan ഇൻവേഴ്സ് x. 3 tan ഇൻവേഴ്സ് x ആണ്. 3 tan ഇൻവേഴ്സ് എക്സിനെ നമുക്ക് വേണമെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് എക്സ് പ്ലസ് tan ഇൻവേഴ്സ് 2x എന്ന് എഴുതാം. അല്ല 2 tan ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാം. അപ്പോൾ 3 tan ഇൻവേഴ്സ് എക്സിനെ tan ഇൻവേഴ്സ് പ്ലസ് 2 tan ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാം. അതിൽ 2 tan ഇൻവേഴ്സ് എക്സിന് നമ്മൾ പഠിച്ചിട്ടുള്ളൊരു സിംപ്ലിഫൈഡ് ഫോം ഉണ്ട്. 2 tan ഇൻവേഴ്സ് എക്സിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. അടുത്ത സ്റ്റെപ്പിൽ tan ഇൻവേഴ്സ് എക്സ് അങ്ങനെ തന്നെ എഴുതി പ്ലസ് 2 tan ഇൻവേഴ്സ് എക്സിനെ വേണമെങ്കിൽ tan ഇൻവേഴ്സ് 2x/1 മൈനസ് x സ്ക്വയർ എന്ന് എഴുതാം. ഇത് നമ്മുടെ tan ഇൻവേഴ്സ് 2xൻ്റെ ഒരു എക്സ്പാൻഷനാണ്. ഫ്രം പ്രോപ്പർട്ടി 6 പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ പതുക്കെ ചെയ്ത് വന്നപ്പോൾ RHS നിന്ന് തുടങ്ങി LHS എത്തിക്കാൻ പറ്റി. ഹെൻസ് പ്രൂവ്ഡ്. പരിപാടി കഴിഞ്ഞു. ഹെൻസ് പ്രൂവ്ഡ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് വാല്യൂ ഓഫ് കോസ് ഓഫ് സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. അതുപോലെ കോട്ട് ഓഫ് ടാൻ ഇൻവേഴ്സ് എ പ്ലസ് കോട്ട് ഇൻവേഴ്സ് എ. ഇതിന് രണ്ടിൻ്റെ വിലകൾ കാണാനാണ് ചോദ്യം. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴേ നമുക്ക് സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ ബൈ പ്രോപ്പർട്ടി 4 നമ്മൾ പഠിച്ച പ്രോപ്പർട്ടി 4 അനുസരിച്ച് സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ π/2 ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിനെ കോസ് ഓഫ് ഈ കിടക്കുന്ന സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ വില π/2. അപ്പോൾ ഇതിനെ നമുക്ക് കോസ് ഓഫ് π/2 എന്ന് എഴുതാം. കോസ് π/2 പറഞ്ഞാൽ കോസ് 90 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ എ ക്വസ്റ്റ്യനിൽ ഇതിൻ്റെ വാല്യൂ 0 ആണ്. ഇതുപോലെ ബി ക്വസ്റ്റ്യൻ എടുത്തുനിന്ന് വെക്കുക. ഇതിൽ നമ്മുടെ സെയിം പ്രോപ്പർട്ടി 4 അനുസരിച്ച് ടാൻ ഇൻവേഴ്സ് എ പ്ലസ് കോട്ട് ഇൻവേഴ്സ് എ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു π/2 ആണ്. അങ്ങനെയാണെങ്കിൽ കോട്ട് ഓഫ് ടാൻ ഇൻവേഴ്സ് എ പ്ലസ് കോട്ട് ഇൻവേഴ്സ് എ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ട് π/2, അതായത് കോട്ട് 90. കോട്ട് π/2 എന്ന് പറഞ്ഞാൽ കോസ് ബൈ സൈൻ ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് π/2 ബൈ സൈൻ π/2. കോസ് π/2 പറഞ്ഞാൽ 0 ആണെന്ന് നമുക്കറിയാം. സൈൻ π/2 1 ആണ്. 0/1 എന്ന് പറഞ്ഞാൽ 0. അപ്പം ഇതിൻ്റെ ആൻസറും 0 തന്നെ. ഓക്കെ, ഇനി ഇതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് സൈൻ ഇൻവേഴ്സ് 1/5 പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു 1 ഫൈൻഡ് വാല്യൂ ഓഫ് എക്സ്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ സൈൻ ഓഫ് ഇയാൾ ചെയ്തപ്പോൾ 1 കിട്ടി. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയേ, സൈൻ ഓഫ് ഏത് ആംഗിൾ ചെയ്താലാണ് 1 കിട്ടുക? സൈൻ π/2 ചെയ്താലാണ് 1 കിട്ടുക. സോ ഈ കിടക്കുന്നത് π/2 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കാം ഹിയർ. അപ്പോൾ സൈൻ ഓഫ് π/2 ചെയ്താലാണ് 1 കിട്ടുള്ളൂ. സോ ഇവിടെ കിടക്കുന്ന ഈ സൈൻ ഇൻവേഴ്സ് 1/5 പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് π/2 ആണ്. എഗെയിൻ നമ്മൾ പ്രോപ്പർട്ടി 4 ആലോചിക്കുക. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ആണ് π/2 ആവുക. അതായത് ഇവിടെ കിടക്കുന്ന ആൾ തന്നെ ഇപ്പുറത്തും കിടന്നാലാണ് അതിൻ്റെ ആൻസർ π/2 ആവുക. സോ ബൈ പ്രോപ്പർട്ടി 4 എക്സ് ഈക്വൽ ടു ബൈ പ്രോപ്പർട്ടി 4 എക്സ് ഈക്വൽ ടു ഇവിടെ 1/5 ആണ്, ഇവിടെ 1/5 കിടക്കണം. എന്നാലേ സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ആണ് π/2. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 1/5 പ്ലസ് കോസ് ഇൻവേഴ്സ് 1/5 വന്നാലേ π/2 ആവും. സോ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് 1/5 ആണ് കിടക്കുന്നത്.
ഓക്കെ, അതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് വാല്യൂ ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് 2 cos 2 സൈൻ ഇൻവേഴ്സ് 1/2. ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിതിൻ്റെ വാല്യൂ ഒന്ന് നോക്കാം. അപ്പോൾ അതിൽ ആദ്യം തന്നെ ഓരോന്നായിട്ട് ചെയ്തു തുടങ്ങാം. ആദ്യം സൈൻ ഇൻവേഴ്സ് 1/2ൻ്റെ വാല്യൂ എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ സൈൻ ഇൻവേഴ്സ് 1/2ൻ്റെ വാല്യൂ. സൈനിന് ഏത് ആംഗിൾ കൊടുക്കുമ്പോഴാണ് ഉത്തരം 1/2 കിട്ടുക? നമുക്കറിയാവുന്നതാണ്, സൈനിന് 30 ഡിഗ്രി കൊടുക്കുമ്പോഴാണ് ഉത്തരം 1/2 കിട്ടുക. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി അഥവാ π/6 റേഡിയൻ. നമുക്കത് π/6 എന്ന് എഴുതി. നമുക്കപ്പോൾ പതുക്കെ 2 സൈൻ ഇൻവേഴ്സ് 1/2 എന്താണെന്ന് നോക്കാം. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 1/2 കിട്ടി. അപ്പോൾ ഇനി 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1/2. 2 അങ്ങനെ തന്നെ എഴുതി, ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1/2ന് പകരം π/6. 2 ഇൻറ്റു π/6 എന്ന് പറഞ്ഞാൽ 2ഉം 6ഉം കട്ട് ആയിപ്പോയി π/3. അപ്പോൾ ഈ ഫുൾ ഭാഗത്ത് ഉത്തരം π/3 എന്ന് മനസ്സിലായിട്ടാ. പിന്നെ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ടാൻ ഇൻവേഴ്സ് ഈ 2 cos അങ്ങനെ തന്നെ എഴുതി, ഇത്രയും ഭാഗത്തിന് പകരം ഇതിൻ്റെ ഫുൾ വാല്യൂ π/3 ആണെന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ഈ പറഞ്ഞ പോലെ 2 cos π/3 എത്രയാണെന്ന് നോക്കാം. ടാൻ ഇൻവേഴ്സ് അങ്ങനെ തന്നെ എഴുതി, ദെൻ 2 അങ്ങനെ തന്നെ ഇട്ടു. കോസ് π/3യുടെ വില, കോസ് 60ൻ്റെ വില, π/3 പറഞ്ഞാൽ 60 ഡിഗ്രി, അപ്പോൾ കോസ് 60ൻ്റെ വില 1/2. 2 ഇൻറ്റു 1/2. 2ഉം 2ഉം വെട്ടിപ്പോയി. ദാറ്റ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1. ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ ടാനിന് ഏത് ആംഗിൾ കൊടുക്കുമ്പോഴാണ് 1 ഉത്തരം കിട്ടുക. ടാൻ ഇൻവേഴ്സ് 1 ഈക്വൽ ടു π/4 അഥവാ 45 ഡിഗ്രി. π/4 ഇതാണ് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ആൻസർ, ഇതിൻ്റെ ടോട്ടൽ വാല്യൂ. ഇപ്പോൾ ഇങ്ങനെ റൈറ്റ് സൈഡിൽ നിന്ന് ഉള്ളിൽ നിന്ന് ചെയ്ത് 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 വരിക, അതാണ് ഐഡിയ. അപ്പോൾ അവസാനത്തെ ഉത്തരം π/4 എന്ന് കിട്ടി. ഇതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇതിൽ പ്രോപ്പർട്ടി 6 ആലോചിക്കുക. നമ്മുടെ ടാൻ 1/2 അങ്ങനെ തന്നെ എഴുതി, ടാൻ 1/2 ഇൻറ്റു, ഇനി ആ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഇവരെ നോക്കി. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഫൈൻഡ് വാല്യൂ ഓഫ് ടാൻ 1/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 2x/1 + x² പ്ലസ് കോസ് ഇൻവേഴ്സ് 1 - y² / 1 + y². ഈ കിടക്കുന്ന ആളെ നമ്മൾ പ്രോപ്പർട്ടി 6 വെച്ചൊന്ന് ആലോചിച്ചേ. ഇതാരാ? സൈൻ ഇൻവേഴ്സ് 2x/1 + x² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 2 ടാൻ ഇൻവേഴ്സ് x പ്ലസ് ഇതാരാ? കോസ് ഇൻവേഴ്സ് 1 - y² / 1 + y². ഇത് 2 ടാൻ ഇൻവേഴ്സ് y ആണ്. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഈ രണ്ട് ടേമിലും കണ്ടു, ഇവിടെയും 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. അപ്പോൾ 2 ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ ടാൻ ഓഫ് 1/2 ഇൻറ്റു 2 ഔട്ട് സൈഡ് എടുത്തു. ബാക്കിയുള്ളത് ടാൻ ഇൻവേഴ്സ് x പ്ലസ് ടാൻ ഇൻവേഴ്സ് y. അപ്പോൾ നോക്കിയേ, ഈ 2ഉം ഈ 2ഉം വെട്ടിപ്പോയി. ഈ ടാൻ അങ്ങനെ തന്നെ എഴുതി, ടാൻ ഓഫ്, ഇതിനെ നമുക്ക് ടാൻ ഇൻവേഴ്സ് x പ്ലസ് ടാൻ ഇൻവേഴ്സ് y നമുക്ക് ടാൻ ഇൻവേഴ്സ് ഓഫ് x പ്ലസ് y ഡിവൈഡഡ് ബൈ 1 - xy എന്ന് എഴുതാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ബൈ പ്രോപ്പർട്ടി 5, ടാൻ ഇൻവേഴ്സ് x പ്ലസ് ടാൻ ഇൻവേഴ്സ് y ടാൻ ഇൻവേഴ്സ് ഓഫ് x പ്ലസ് y ബൈ 1 - xy എന്ന് മാറ്റാം. അപ്പോൾ ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് x ഈക്വൽ ടു x ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് ഇതെന്ന് പറയുമ്പോൾ x പ്ലസ് y ബൈ 1 - xy. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ വാല്യൂ. ഓക്കെ, ഇതിലെ എക്സസൈസ് ക്വസ്റ്റ്യൻസിലേക്ക് ഒന്ന് പോവാം. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് 3 സൈൻ ഇൻവേഴ്സ് x ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 3x - 4x³ വേർ x ബിലോങ്സ് ടു -1/2, 1/2. നമുക്ക് 3 സൈൻ ഇൻവേഴ്സ് എക്സും ഈ സൈൻ ഇൻവേഴ്സ് 3x - 4x³ സെയിം ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇത് ചെയ്യാനുള്ള ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇവിടുന്ന് തുടങ്ങുക, റൈറ്റ് സൈഡിൽ നിന്ന് തുടങ്ങുക. അപ്പോൾ RHSൽ ഇതാണ് RHSൽ കിടക്കുന്നത്, സൈൻ ഇൻവേഴ്സ് 3x - 4x³. അപ്പോൾ അതിലെ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ സൈൻ തീറ്റ എന്ന് കൊടുത്തു എന്ന് വിചാരിക്കുക. പുട്ട് x ഈക്വൽ ടു സൈൻ തീറ്റ. ഇതിൽ ഈ RHS എടുത്തു,
അതിലെ എക്സ് കാണുന്നിടത്ത് സൈൻ തീറ്റ കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഇവിടെ 3 സൈൻ തീറ്റ മൈനസ് 4 എക്സ് ക്യൂബ്, അതിൽ എക്സിൻ്റെ സ്ഥാനത്ത് സൈൻ തീറ്റ, അപ്പോൾ എക്സ് ക്യൂബ് എന്ന് പറയുന്നിടത്ത് സൈൻ ക്യൂബ് തീറ്റ എന്ന് വരും. അപ്പോൾ നോക്കി, ഇത് നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ആലോചിക്കുക. അപ്പോൾ +1 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ആലോചിക്കുക. അപ്പോൾ ഈ കിടക്കുന്നത് സൈൻ 3 തീറ്റയുടെ എക്സ്പാൻഷനാണ്. ഇത് നമ്മൾ +1 സൈൻ 3 തീറ്റയുടെ എക്സ്പാൻഷനായിട്ട് പഠിച്ചതാണ്. സോ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ സൈൻ ഇൻവേഴ്സ് അങ്ങനെ തന്നെ എഴുതി, ഇതിന് പകരം സൈൻ 3 തീറ്റ എന്ന് എഴുതാം. അപ്പോൾ നോക്കി, സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 3 തീറ്റ. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ അത് എക്സ് ആണ്. അപ്പോൾ ഇവിടെ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 3 തീറ്റ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 തീറ്റ. ഇനി നോക്കിയേ, ഇവിടെ എക്സ് ഈക്വൽ ടു സൈൻ തീറ്റ എന്നാണ് കിടക്കണേ. അപ്പോൾ ഇതിലെ തീറ്റ ആരാന്ന് ആലോചിക്കുക. നമ്മൾ ഓൾറെഡി കാണാറുള്ളതാണ് സ്ഥിരം. എക്സ് ഈക്വൽ ടു സൈൻ തീറ്റ ആണെങ്കിൽ നമ്മൾ രണ്ട് സൈഡ് സൈൻ ഇൻവേഴ്സ് കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു, ഇവിടെ സൈൻ ഇൻവേഴ്സ് കൊടുത്തു, ഇവിടെ സൈൻ ഇൻവേഴ്സ് കൊടുക്കുമ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് തീറ്റ. നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു തീറ്റയ്ക്ക് പകരം സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ 3 സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടി. അതായത് നമ്മുടെ LHS കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു LHS. അപ്പോൾ നമുക്ക് RHSന്ന് ചെയ്ത് തുടങ്ങി LHSലേക്ക് എത്തി. നമുക്ക് പറയാം ഹെൻസ് പ്രൂവ്ഡ്. ഇങ്ങനെയാണ് ഈ ഒരു ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യുക. അപ്പോൾ 3 സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 3x മൈനസ് 4x ക്യൂബ് എന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ ഇതിൽ ഈ ഭാഗം നോക്കുമ്പോൾ തന്നെ 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ ആണെങ്കിൽ സൈൻ 3 തീറ്റ ആണല്ലോ എന്നുള്ള കാര്യം ഓർമ്മ വരണം. അപ്പോൾ നമ്മൾ ഈ എക്സ് കാണുന്നിടത്ത് സൈൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ ഇതിനെ നമുക്ക് സൈൻ 3 തീറ്റ എന്ന് മാറ്റാം. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 3 തീറ്റ ഈക്വൽ ടു 3 തീറ്റ. അതിൽ തീറ്റ ആരാന്ന് ഇവിടെ നോക്കും. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു കാര്യം പ്രൂവ് ചെയ്യും. ഇതേപോലെ തന്നെ ഈ ചോദ്യം നോക്കി, പ്രൂവ് ദാറ്റ് 3 cos ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 4x മൈനസ് 3x ക്യൂബ്. ഇവിടെ നമുക്ക് ഇതുപോലെ തന്നെ നോക്കാം. അപ്പോൾ നമ്മൾ RHSന്ന് തുടങ്ങുക, റൈറ്റ് സൈഡിൽ നിന്ന് തുടങ്ങുക. അതിൽ എക്സ് കാണുന്നിടത്ത് പുട്ട് എക്സ് ഈക്വൽ ടു കോസ് തീറ്റ, എക്സ് കാണുന്നിടത്ത് കോസ് തീറ്റ എന്ന് കൊടുക്കുക. അപ്പോൾ RHS എടുത്തു കഴിഞ്ഞാൽ RHS കോസ് ഇൻവേഴ്സ് 4x, അതിൽ എക്സിൻ്റെ സ്ഥാനത്ത് കോസ് തീറ്റ മൈനസ് 3 കോസ് ക്യൂബ് തീറ്റ. അപ്പോൾ ഈ കിടക്കുന്ന കാര്യം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ആലോചിക്കുക. +1 എവിടെയെങ്കിലും 4 കോസ് തീറ്റ മൈനസ് 3 കോസ് ക്യൂബ് തീറ്റ കണ്ടിട്ടുണ്ടോ എന്ന് ആലോചിക്കുക. ഇത് കോസ് 3 തീറ്റയുടെ എക്സ്പാൻഷനാണ്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ കോസ് ഇൻവേഴ്സ് അങ്ങനെ തന്നെ എഴുതി ഈ കിടക്കുന്ന ആളെ കോസ് 3 തീറ്റ എന്ന് എഴുതാം. കോസ് 3 തീറ്റ. അപ്പോൾ കോസ് ഇൻവേഴ്സ് കോസ് 3 തീറ്റ. കോസ് ഇൻവേഴ്സ് കോസ് എക്സ് ഈക്വൽ ടു എക്സ് ആണ്. സോ കോസ് ഇൻവേഴ്സ് കോസ് 3 തീറ്റേനെ നമുക്ക് 3 തീറ്റ എന്ന് എഴുതാം. ഇനി നേരത്തെ പോലെ തീറ്റ ആരാന്ന് ആലോചിക്കാം. ഇവിടെ എക്സ് കോസ് തീറ്റയാണ്. ഇപ്പോൾ രണ്ട് സൈഡും ഒരു കോസ് ഇൻവേഴ്സ് കൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു തീറ്റ എന്ന് എഴുതാം. അപ്പോൾ തീറ്റയുടെ വാല്യൂ കോസ് ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ഇവിടെ 3 തീറ്റ എന്നുള്ളിടത്ത് 3 ഇൻറ്റു തീറ്റയ്ക്ക് പകരം കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് കൊടുക്കുക. അപ്പോൾ നോക്കിയേ, നമുക്ക് ഇവിടുന്ന് ചെയ്തു തുടങ്ങി ഈ സാധനം കിട്ടി. ഈക്വൽ ടു RHS. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ചെയ്തു തുടങ്ങി റൈറ്റ് സൈഡിൽ അല്ല ഈക്വൽ ടു LHS. റൈറ്റ് സൈഡിൽ നിന്ന് ചെയ്തു തുടങ്ങി ചെയ്ത് ലെഫ്റ്റ് സൈഡിലെ വാല്യൂ കിട്ടി. അപ്പോൾ RHSന്ന് ചെയ്തു തുടങ്ങി ലെഫ്റ്റ് സൈഡ് കിട്ടി. അപ്പോൾ നമുക്ക് പറയാം ഹെൻസ് പ്രൂവ്ഡ്. ഇതെപ്പോഴും ഈ ഹെൻസ് പ്രൂവ്ഡ് എന്ന് പറയേണ്ട കാര്യമില്ല. നമുക്കിവിടെ LHS വരെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി നിർത്താം. എന്നാലും ഒരു സന്തോഷത്തിന് ഹെൻസ് പ്രൂവ്ഡ് എന്നും കൂടി എഴുതി ഫിനിഷ് ചെയ്ത് വെച്ചേക്കും.
ഓക്കെ, അടുത്തത് പ്രൂവ് ദാറ്റ് tan ഇൻവേഴ്സ് 2/11 പ്ലസ് tan ഇൻവേഴ്സ് 7/24 ഈക്വൽ ടു tan ഇൻവേഴ്സ് 1/2. അപ്പോൾ tan ഇൻവേഴ്സ് 2/11 tan ഇൻവേഴ്സ് 7/24 കൂട്ടിയാൽ tan ഇൻവേഴ്സ് 1/2 കിട്ടും എന്ന് തെളിയിക്കണം. നമ്മൾ tan ഇൻവേഴ്സ് എക്സ് പ്ലസ് tan ഇൻവേഴ്സ് വൈ ചെയ്യാനായിട്ട് ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ച ഇക്വേഷൻ ഇങ്ങനെയാണ്: tan ഇൻവേഴ്സ് എക്സ് പ്ലസ് tan ഇൻവേഴ്സ് വൈ ഈക്വൽ ടു tan ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ. നമ്മൾ ഡയറക്റ്റ് ആ ഇക്വേഷനിൽ കൊണ്ടുപോയി കൊടുക്കുക. അപ്പോൾ ഇവിടെ tan ഇൻവേഴ്സ് 2/11 പ്ലസ് tan ഇൻവേഴ്സ് 7/24 ഈക്വൽ ടു, ഇത് കാണാനായിട്ട് നമ്മൾ പഠിച്ചേക്കുന്ന ഇക്വേഷൻ, ഇത് എക്സ് ഇത് വൈ ആണെങ്കിൽ tan ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ, അതായത് 2/11 പ്ലസ് 7/24 ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് വൈ, അതായത് 2/11 ഇൻറ്റു 7/24. അടുത്ത സ്റ്റെപ്പിൽ ഈക്വൽ ടു tan ഇൻവേഴ്സ് ക്രോസ് ചെയ്യുക. അപ്പോൾ 2 × 24 48 പ്ലസ് 7 × 11 77 ബൈ 11 × 24 264 ഡിവൈഡഡ് ബൈ 1 മൈനസ് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ നേരെ മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 7 14 ബൈ 11 × 24 എന്ന് പറഞ്ഞാൽ 264. ഇങ്ങനെ കിട്ടി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ദിസ് ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് 48 പ്ലസ് 77 125 ബൈ 264 ഡിവൈഡഡ് ബൈ, ഇതിൻ്റെ താഴെ ഒരു 1 ഉണ്ടെന്ന് വിചാരിക്കുക, ഇവിടെയും ക്രോസ് ചെയ്യുക. അപ്പോൾ 1 × 264 264 മൈനസ് 14, അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 250 ബൈ 264 എന്നായി. അപ്പോൾ നോക്കിയേ, ഇവിടെ രണ്ടാമതും നാലാമതും കിടക്കുന്നത് സെയിം ആണ്, സോ വെട്ടിക്കളയുക. അപ്പോൾ ബാക്കിയുള്ളത് tan ഇൻവേഴ്സ് 125/250. 125/250 എന്ന് പറഞ്ഞാൽ അതിനെ 125 കൊണ്ട് മുകളിലും താഴെ ഹരിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് 1/2. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ നിന്ന് തുടങ്ങി tan ഇൻവേഴ്സ് എക്സ് പ്ലസ് tan ഇൻവേഴ്സ് വൈ ആണെന്ന് വിചാരിച്ച് tan ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ എന്ന ഫോർമുലയിൽ ഇട്ട് കൊടുത്ത് ചെയ്ത് അവസാനം ഈ റൈറ്റ് സൈഡിലേക്ക് എത്തിച്ചു. സോ ഇത് കൃത്യമായിട്ട് പ്രൂവ് ചെയ്തു. ഇനി ഇതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ 2 tan ഇൻവേഴ്സ് 1/2 പ്ലസ് tan ഇൻവേഴ്സ് 1/7 ഈക്വൽ ടു ഇങ്ങനെയാണെന്ന് തെളിയിക്കാം. അപ്പോൾ ഇതിലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ 2 ഇല്ല എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ ചെയ്ത പോലെ ഇത് എക്സ് ഇത് വൈ എന്ന് വിചാരിച്ച് നേരെ കണ്ടുപിടിക്കാം. പക്ഷേ ഈ 2 ഉള്ളപ്പോൾ ചെറിയ പ്രശ്നമുണ്ട്. നമുക്ക് ഈ 2നെ ഇവിടുന്ന് മാറ്റണം. അപ്പോൾ അതിനുള്ള ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഈ കിടക്കുന്ന ആളെ നോക്കുക. ഇത് 2 tan ഇൻവേഴ്സ് 1/2 ആണ്. അപ്പം നമ്മൾ ഓൾറെഡി 2 tan ഇൻവേഴ്സ് എക്സിനെ 3 ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. അതിൽ ഇതിനെ tan ഇൻവേഴ്സ് ആക്കിയാലേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ 2 tan ഇൻവേഴ്സ് എക്സിനെ tan ഇൻവേഴ്സിലേക്ക് മാറ്റാനായിട്ട് നമ്മളിങ്ങനെയാണ് പഠിച്ചേക്കുന്നത്. 2 tan ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു tan ഇൻവേഴ്സ് 2x ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ. ഇതുപയോഗിച്ച് ആദ്യം തന്നെ നമുക്ക് 2 tan ഇൻവേഴ്സ് 1/2നെ മാറ്റാം. അപ്പോൾ 2 tan ഇൻവേഴ്സ് 1/2 ഈക്വൽ ടു tan ഇൻവേഴ്സ് 2 ഇൻറ്റു എക്സ്, ഇവിടെ 1/2 ആണ് എക്സിൻ്റെ സ്ഥാനത്ത്, അപ്പോൾ 2 ഇൻറ്റു 1/2 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/2 സ്ക്വയർ. മുകളിൽ 2ഉം 2ഉം ക്യാൻസൽ ചെയ്തു പോയി. ദാറ്റ് ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് 1 ബൈ, ഇവിടെ 1/2ൻ്റെ സ്ക്വയർ 1/4, അപ്പോൾ 1 മൈനസ് 1/4. 1 മൈനസ് 1/4 എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഇങ്ങനെ ക്രോസ് ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ എളുപ്പത്തിൽ 1/4 എന്ന് പറഞ്ഞാൽ 4 എന്നാണ് അർത്ഥം. അപ്പോൾ 1 മൈനസ് 1/4 എന്ന് പറഞ്ഞാൽ 1 നിന്ന് 4 പോയി. 1 നിന്ന് 4 പോയി കഴിഞ്ഞാൽ 3/4, അതായത്
3/4 ആണ് ബാക്കി ഉണ്ടാവുക. അപ്പോൾ 1/3/4 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1/3/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/3/4 എന്ന് വെച്ചാൽ 1 × 4/3. ഉത്തരം 4/3. അപ്പം നമുക്കിതിനെ ഈ 2 ടാൻ ഇൻവേഴ്സ് 1/2 പകരം ഇനി ഈ വാല്യൂ യൂസ് ചെയ്യാം. ടാൻ ഇൻവേഴ്സ് 4/3 യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ചോദ്യത്തിനെ റീറൈറ്റ് ചെയ്യുക. അതായത് 2 ടാൻ ഇൻവേഴ്സ് 1/2 പകരം ടാൻ ഇൻവേഴ്സ് 4/3 പ്ലസ് ടാൻ ഇൻവേഴ്സ് 1/7. അപ്പം ഇങ്ങനെ ഇവിടെ കിടന്ന ആ 2നെ നമ്മൾ പതുക്കെ ഈ ഒരു 2 ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ എക്സ്പാൻഷൻ ഉപയോഗിച്ച് ഇത് മാറ്റി ഇതിന് പകരം ടാൻ ഇൻവേഴ്സ് 4/3 കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ സുഖമായി. ടാൻ ഇൻവേഴ്സ് 4/3 പ്ലസ് ടാൻ ഇൻവേഴ്സ് 1/7 നമ്മൾ പഠിച്ചിട്ടുള്ള ഫോർമുല. ടാൻ ഇൻവേഴ്സ് 4/3 പ്ലസ് 1/7 ഡിവൈഡഡ് ബൈ 1 മൈനസ് 4/3 ഇൻറ്റു 1/7 ചെയ്ത് നോക്കുമ്പോൾ ടാൻ ഇൻവേഴ്സ് മുകളിൽ ക്രോസ് ചെയ്ത് നോക്കാം. 4 × 7 28 പ്ലസ് 1 × 3 31. ഇപ്പോൾ ടാൻ ഇൻവേഴ്സ് 31/3 × 7 21. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 മൈനസ് 4/21 എന്ന് വരും. 1 മൈനസ് 4/21 ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 17/21 എന്ന് കിട്ടി. അപ്പോൾ ഇതിൽ 21 കട്ട് ചെയ്ത് പോയി. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇപ്പോൾ 21 കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ടാൻ ഇൻവേഴ്സ് 31/17, അതായത് നമ്മുടെ RHS. ദാറ്റ് ഈസ് ഈക്വൽ ടു റൈറ്റ്സ് RHS. അപ്പോൾ ഇതിൻ്റെ പരിപാടി പെർഫെക്റ്റായി. ആദ്യം നമ്മൾ 2 ടാൻ ഇൻവേഴ്സ് 1/2 ജസ്റ്റ് ടാൻ ഇൻവേഴ്സ് ആക്കി മാറ്റി ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് ഇങ്ങനെ ആക്കി മാറ്റി. അപ്പോൾ 2 ടാൻ ഇൻവേഴ്സ് 1/2 അതിനോട് ഈക്വലാണ് ടാൻ ഇൻവേഴ്സ് 4/3 എന്ന് കണ്ടെത്തി. അതിനുശേഷം ഇതിന് പകരം ആ ടാൻ ഇൻവേഴ്സ് 4/3 ഇട്ട് കൊടുത്തു. പിന്നെ ടാൻ ഇൻവേഴ്സ് 4/3 പ്ലസ് ടാൻ ഇൻവേഴ്സ് 1/7 കൂട്ടി നോക്കി. നമ്മൾ പഠിച്ച ആ ഒരു ഇക്വേഷൻ വെച്ച് അത് തമ്മിൽ ആഡ് ചെയ്തു. അപ്പോൾ ചെയ്ത് വന്നപ്പോൾ നമുക്ക് ടാൻ ഇൻവേഴ്സ് 31/17 എന്ന് കിട്ടി. അതായത് ഈ റൈറ്റ് സൈഡ് കിട്ടി. ഹെൻസ് പ്രൂവ്ഡ്. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. എക്സാമിനൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു പ്രോബ്ലമാണ്. റൈറ്റ് ഇൻ സിംപ്ലസ്റ്റ് ഫോം. ഈ തന്നിരിക്കുന്ന ടാൻ ഇൻവേഴ്സ് √1 + x² -1 ഓൾ ഡിവൈഡഡ് ബൈ എക്സ്. ഈ തന്നിരിക്കുന്ന സംഗതിനെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റണം. നമ്മൾ മുമ്പ് ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ടാൻ ഇൻവേഴ്സ് cos x / 1 - sin x സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ ഇയാളെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുക, ഇവിടെ ടാൻ ഇൻവേഴ്സ് ആണ്. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ ഇവിടെ ടാൻ വരുത്തണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ടാൻ വരണം. ഇവിടെയാണെങ്കിൽ റൂട്ടിൻ്റെ ഉള്ളിൽ 1 + x² എന്നാണ് കിടക്കുന്നത്. 1 മൈനസ് എന്നാണെങ്കിൽ നമുക്ക് മറ്റേ 1 - sin² cos² ആണ്. 1 - cos² sin² ആണ്. അപ്പോൾ ഇവിടെ സൈനോ കോസോ ഒക്കെ കൊടുക്കാമായിരുന്നു. പക്ഷേ ഇവിടെ പ്ലസ്സാണ് വന്നേക്കണേ. അപ്പോൾ എന്തായാലും ഈ സൈന് കോസ് കലാപരിപാടി നടക്കില്ല. അപ്പം നമ്മൾ ആ sin² + cos² = 1 നിന്നും നമ്മൾ ഡിറൈവ് ചെയ്തെടുത്ത 2 ഐഡൻറ്റിറ്റീസ് കൂടിയുണ്ട്. അതെന്തൊക്കെയാണെന്നൊന്ന് ജസ്റ്റ് നോക്കാം. അതായത് നമ്മൾ പഠിച്ചേക്കണ 3 ഐഡൻറ്റിറ്റീസ് ഇങ്ങനെയാണ്. ഒന്ന് sin² + cos² = 1. പിന്നെ ഇതിനെ ഫുള്ള് നമ്മളിപ്പോൾ cos² കൊണ്ട് ഹരിച്ചു എന്ന് വെക്കുക. അപ്പോൾ നമുക്ക് കിട്ടുക tan² + 1 = sec². ഇനി ഇതിനെ ഫുള്ള് നമുക്ക് വേണമെങ്കിൽ സൈൻ കൊണ്ട് ഹരിക്കാം. അപ്പോൾ 1 + cot² = cosec² എന്നാണ് കിട്ടുക. അപ്പോൾ ഇതിൽ നോക്കിയേ, tan² + 1 എന്ന് പറഞ്ഞാൽ sec² ആണ്. അപ്പോൾ നമുക്ക് ഇതിലെ ഈ എക്സിൻ്റെ സ്ഥാനത്ത് tan θ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇവിടെ √1 + tan² θ എന്ന് വരും. ഇപ്പോൾ ഈ 1 + tan² θ എന്ന് പറഞ്ഞാൽ
റൂട്ട് സീക്ക് സ്ക്വയർ തീറ്റ. അപ്പോൾ ആ റൂട്ട് സ്ക്വയറും വെട്ടിപ്പോയി വെറും സീക്ക് തീറ്റ എന്ന് ആക്കാം. സീക്ക് പറഞ്ഞാൽ 1/cos തീറ്റയാണ്. അപ്പോൾ ഇവിടെ 1/cos തീറ്റ മൈനസ് 1/tan തീറ്റ എന്ന് വരും. അപ്പോൾ അത് ക്രോസ് ചെയ്ത് നമുക്കിതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് മുന്നിൽ കണ്ടിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്ത് തുടങ്ങുകയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ പുട്ട് എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ. അപ്പോൾ എക്സിന് ടാൻ തീറ്റ എന്ന് കൊടുക്കുക. പുട്ട് എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ. അപ്പോൾ നമ്മളിതിൽ എക്സ് കാണുന്നിടത്ത് ടാൻ തീറ്റ കൊടുത്താൽ ടാൻ ഇൻവേഴ്സ് റൂട്ട് 1 പ്ലസ് എക്സിൻ്റെ സ്ഥാനത്ത് ടാൻ തീറ്റ. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ എന്നുള്ളിടത്ത് ടാൻ തീറ്റ ഹോൾ സ്ക്വയർ എന്ന് വരും. ഈ ടാൻ തീറ്റ സ്ക്വയറിനെയാണ് നമ്മൾ ടാൻ സ്ക്വയർ തീറ്റ എന്ന് വിളിക്കുക. ബൈ ടാൻ തീറ്റ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എഴുതുമ്പോൾ ടാൻ ഇൻവേഴ്സ് അങ്ങനെ തന്നെ വെച്ചു. ഈ റൂട്ട് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ പറഞ്ഞാൽ സീക്ക് സ്ക്വയർ തീറ്റയാണ്. മൈനസ് 1 ബൈ ടാൻ തീറ്റ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ റൂട്ട് സീക്ക് സ്ക്വയർ തീറ്റ ആരാന്ന് ആലോചിക്കുക. റൂട്ട് സ്ക്വയർ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ ഇവിടെ സീക്ക് തീറ്റ മൈനസ് 1 ബൈ ടാൻ തീറ്റ എന്നായി. ഓക്കെ, അപ്പോൾ നമുക്ക് ആ റൂട്ടിൻ്റെ ശല്യം നമുക്കിങ്ങനെ ഒഴിവാക്കാനായിട്ട് പറ്റി. ഇനി അടുത്ത സ്റ്റെപ്പിൽ സീക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 1/cos തീറ്റയാണ്. നമുക്ക് എപ്പോഴും സൈനും കോസും വരെ എത്തിച്ചു കഴിഞ്ഞാലാണ് കാര്യത്തിലേക്ക് ഇതിനെ ഏറ്റവും സിമ്പിളാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സീക്ക് പറഞ്ഞാൽ 1/cos ആണ്, ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ ബൈ കോസ് ആണ്. സോ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ദിസ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് സീക്ക് തീറ്റയ്ക്ക് പകരം 1/cos തീറ്റ മൈനസ് 1 ഡിവൈഡഡ് ബൈ ടാൻ തീറ്റയ്ക്ക് പകരം സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. ഇങ്ങനെ എഴുതാം. ഇപ്പം ഇവിടെ വെച്ച് നമുക്ക് ഇത് വെട്ടിക്കളയാൻ പറ്റില്ല, കാരണം കോസ് തീറ്റ ഇവിടെ 1ന് മാത്രമേ ബാധകമായിട്ടുള്ളൂ, ഇതിന് ഈ കോസ് തീറ്റ ഇല്ല. സോ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ജസ്റ്റ് ഇതൊന്ന് ക്രോസ് ചെയ്യുക. അപ്പം നമുക്ക് ടാൻ ഇൻവേഴ്സ് ക്രോസ് ചെയ്യുമ്പോൾ 1 മൈനസ് കോസ് തീറ്റ ബൈ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്നായി. ഇങ്ങനെ വന്നു. ഇവിടെ വെച്ച് നമുക്ക് ദേ രണ്ടാമതും നാലാമതും സെയിം ആളാ കിടക്കണേ. സോ അതിനെ നമുക്ക് വെട്ടിക്കളയാം. അപ്പം നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ടാൻ ഇൻവേഴ്സ് 1 മൈനസ് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്ന് കിട്ടി. ഇവിടെ വരെ സെറ്റായി. ഇനി നമ്മൾ ഈ 1 മൈനസ് കോസ് തീറ്റ ആരാന്ന് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. നമ്മൾ 1 മൈനസ് കോസ് തീറ്റനെ മാറ്റാനായിട്ടൊരു ഐഡിയ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. 1 മൈനസ് കോസ് തീറ്റ അതാരാന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഞാൻ അടുത്ത സ്റ്റെപ്പ് ഇവിടെ എഴുതണു, ടാൻ ഇൻവേഴ്സ് 1 മൈനസ് കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു 6 പ്രോപ്പർട്ടി പഠിച്ചതിൻ്റെ തൊട്ട് അടുത്ത ക്ലാസ്സിൽ നമ്മളിങ്ങനെ ഇതിനെയൊക്കെ മാറ്റാനായിട്ട് കുറച്ച് ഐഡിയാസ് പഠിച്ചിട്ടുണ്ട്. അതിൽ പഠിച്ച ഒരു കാര്യമാണ് 1 മൈനസ് കോസ് തീറ്റ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 എന്ന് മാറ്റാം. ഇതുപോലെ സൈൻ തീറ്റേനെ 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2 എന്ന് മാറ്റാം. ഇപ്പോൾ നോക്കിയേ, 2 മുകളിലുണ്ട് താഴെയുണ്ട്, ക്യാൻസൽ ചെയ്ത് പോയി. സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 ഉണ്ട്, സൈൻ തീറ്റ ബൈ 2 ഉണ്ട്. അപ്പോൾ ഈ സ്ക്വയറും ഈ സൈൻ തീറ്റ ബൈ 2 വെട്ടിക്കളഞ്ഞു. ബാക്കി ആരാളുള്ളത് നോക്കി, ബാക്കിയുള്ളത് ടാൻ ഇൻവേഴ്സ് സൈൻ തീറ്റ ബൈ 2 ബൈ കോസ് തീറ്റ ബൈ 2. സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ എക്സ് ആണ്. അപ്പോൾ സൈൻ തീറ്റ ബൈ 2 ബൈ കോസ് തീറ്റ ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ തീറ്റ ബൈ 2 ബൈ കോസ് തീറ്റ ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് അങ്ങനെ തന്നെ എഴുതി സൈൻ തീറ്റ ബൈ 2 ബൈ കോസ് തീറ്റ ബൈ 2 എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ ബൈ 2 ഇങ്ങനെ കിട്ടി. അപ്പോൾ ഇതിൽ ടാൻ ഇൻവേഴ്സ് ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ് ആണ്. ടാൻ ഇൻവേഴ്സ് ടാൻ തീറ്റ ബൈ 2 ഈക്വൽ ടു തീറ്റ ബൈ 2 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് തീറ്റ ബൈ 2 എന്ന് വരെ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എത്തിക്കാൻ പറ്റി. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഇപ്പോൾ തീറ്റ ബൈ 2 എന്ന് വരെ എത്തി. അതായത് നമ്മൾ ചെയ്ത് ടാൻ ഇൻവേഴ്സ് റൂട്ട് 1 പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 1നെ 1 ബൈ എക്സിനെ സിംപ്ലിഫൈ ചെയ്ത് ഇപ്പോൾ തീറ്റ ബൈ 2 എന്ന് വരെ എത്തിച്ചു. ഇതെങ്ങനെ എത്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനത്തിലെ എക്സിന് ടാൻ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ചെയ്ത് ഇവിടെ വരെ എത്തിച്ചേക്കണത്. അപ്പോൾ എക്സിന് ടാൻ തീറ്റ എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് ചെയ്ത് വന്നപ്പോൾ ലാസ്റ്റ് കിട്ടിയ ഉത്തരം തീറ്റ ബൈ 2 എന്നാണ്. അതായത് 1/2 ഇൻറ്റു തീറ്റ ബൈ 2 എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു തീറ്റ. ഇനി ഇതിലെ തീറ്റ ആരാന്ന് ആലോചിക്കുക. ഇവിടെ എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ. അപ്പോൾ നമ്മളിതിനെ ടാൻ ഇൻവേഴ്സ് കൊണ്ട് രണ്ട് സൈഡ് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു തീറ്റ എന്ന് കിട്ടും. ഇതിവിടെ ടാൻ ഇൻവേഴ്സ് ചെയ്താൽ ടാൻ ഇൻവേഴ്സ് എക്സ്, ഇവിടെ ചെയ്താൽ ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ തീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീറ്റ. അപ്പോൾ ഇതിനെ ഫൈനൽ ആൻസർ ആയിട്ട് 1/2 ഇൻറ്റു തീറ്റയ്ക്ക് പകരം ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ ആളുടെ ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഫോം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ടാൻ ഇൻവേഴ്സ് 1/√x² മൈനസ് 1 ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ ഇതിനെയും ഒന്ന് സിംപ്ലിഫൈ ചെയ്യാനാണ് പ്രോബ്ലം. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക? ഇവിടെ എക്സിന് ഏത് കൊടുത്താലാണ് ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുക എന്ന് ആലോചിക്കാം. അപ്പോൾ ഇവിടെ ടാൻ ഇൻവേഴ്സ് ആണ്, സോ ഇതിൻ്റെ ഉള്ളിൽ ടാൻ വരണം. അപ്പോൾ ഇവിടെ ടാൻ വരണമെങ്കിൽ ഡിനോമിനേറ്ററിൽ കോട്ട് വരണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കോട്ട് വരണം. അപ്പോൾ കോട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചാണ് ഐഡൻറ്റിറ്റി ഏതാണെന്ന് ആലോചിക്കാം. നമുക്ക് ബേസിക് ആയിട്ട് അറിയാവുന്ന ഒറ്റയ്ക്കൊരു ഐഡൻറ്റിറ്റി സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഐഡൻറ്റിറ്റീനെ ഫുള്ളായിട്ട് സൈൻ സ്ക്വയർ തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്തെന്ന് വിചാരിക്കും. ഓരോ ടേമിനെ സൈൻ സ്ക്വയർ തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്തെന്ന് വെക്കും. അപ്പോൾ ഇതിനെ സൈൻ സ്ക്വയർ തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ആയി. കോസ് സ്ക്വയർ തീറ്റേനെ സൈൻ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കോട്ട് സ്ക്വയർ തീറ്റയായി. 1നെ സൈൻ സ്ക്വയർ തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കൊസീക് സ്ക്വയർ തീറ്റയായി. അപ്പോൾ ഇതാണ് കോട്ട് ഉൾപ്പെടുന്ന ഒരു ഐഡൻറ്റിറ്റി. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഈ കോട്ട് സ്ക്വയർ തീറ്റ ഇവിടെ നിർത്തിയെന്ന് വിചാരിക്കുക. കോട്ട് സ്ക്വയർ തീറ്റ ഇവിടെ നിർത്തി ഈക്വൽ ടു കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് 1 ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇതിലെ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ കൊസീക്ക് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെന്ന് വെക്കി. അപ്പോൾ ഇവിടെ കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് 1 എന്ന് വരും. കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് 1 എന്ന് പറഞ്ഞാൽ കോട്ട് സ്ക്വയറാണ്. അപ്പോൾ റൂട്ട് കോട്ട് സ്ക്വയർ എന്ന് വരും. റൂട്ടും സ്ക്വയറും വെട്ടിപ്പോയി ഇവിടെ 1/കോട്ട് തീറ്റ എന്ന് വരും. 1/കോട്ട് എന്ന് പറഞ്ഞാൽ ടാൻ ആണ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ടാൻ തീറ്റ എന്ന് കിട്ടും. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ മുന്നിൽ കണ്ടിട്ട് വേണം നമ്മൾ ഓരോന്ന് ചെയ്ത് തുടങ്ങാൻ. അപ്പോൾ ഇവിടെ നമുക്ക് പുട്ട് എക്സ് ഈക്വൽ ടു കൊസീക്ക് തീറ്റ. അപ്പോൾ നമുക്കിവിടെ എക്സ് കാണുന്നിടത്ത് കൊസീക്ക് തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താവും നോക്കാം. ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് 1/റൂട്ട് എക്സിന് പകരം കൊസീക്ക്. അപ്പോൾ കൊസീക്ക് സ്ക്വയർ തീറ്റ മൈനസ് 1. അപ്പോൾ നമുക്കിതിനെ ടാൻ ഇൻവേഴ്സ് 1/ കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് 1 എന്ന് പറഞ്ഞാൽ കോട്ട് സ്ക്വയർ തീറ്റ. അപ്പോൾ റൂട്ട് കോട്ട് സ്ക്വയർ തീറ്റ. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ടാൻ ഇൻവേഴ്സ് റൂട്ട് സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പോയി 1/കോട്ട് തീറ്റ. 1/കോട്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ടാൻ ഇൻവേഴ്സ് ടാൻ തീറ്റ എന്ന് എഴുതാം. ടാൻ ഇൻവേഴ്സ് ടാൻ തീറ്റ പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു തീറ്റ. ഇനി ആരാ തീറ്റ എന്ന് നോക്കാം. നമ്മളിവിടെ എക്സ് ഈക്വൽ ടു കൊസീക് തീറ്റ എന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പോൾ ഈ കൊസീക്ക് ഇപ്പുറത്തേക്ക് എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ തീറ്റ ഈക്വൽ ടു കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. കൊസീക്ക് ഇങ്ങോട്ട് എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ കൊസീക്ക് ഇങ്ങോട്ട് എടുത്താൽ കൊസീക്ക് ഇൻവേഴ്സ് ആയി. തീറ്റ ഈക്വൽ ടു
കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. അപ്പോൾ നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈനൽ ആൻസർ കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ഈ കാണിച്ച ടാൻ ഇൻവേഴ്സ് 1/√x² - 1 ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈനൽ ആൻസറായിട്ട് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതുപോലെ അടുത്ത ഒരാളെയും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. ടാൻ ഇൻവേഴ്സ് √1 - cos x / 1 + cos x. ഇദ്ദേഹത്തിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ ഇവിടെ ഓൾറെഡി 1 - cos x / 1 + cos x. ഇതിനെ നമുക്കൊന്നും പുട്ട് ചെയ്യേണ്ട, അതായത് എക്സിൻ്റെ സ്ഥാനത്ത് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല, അല്ലാണ്ട് തന്നെ നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നമ്മൾ 1 - cos x ആരാന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1 - cos x ഈക്വൽ ടു, ഞാൻ പറഞ്ഞു 6 പ്രോപ്പർട്ടീസ് എഴുതിയതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് എഴുതിയ കുറച്ച് ഐഡിയാസ് ഉണ്ട്. അപ്പോൾ അതിൽ 1 - cos x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 2 sin² x/2. 1 - cos θ എന്ന് പറഞ്ഞാൽ 2 sin² θ/2. അതുപോലെ 1 - cos x എന്ന് പറഞ്ഞാൽ 2 sin² x/2 ആണ്. അതുപോലെ 1 + cos x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 cos² x/2 ആണ്. നമുക്ക് നേരെ ഈ പ്രോബ്ലത്തിൽ ഇത് കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ടാൻ ഇൻവേഴ്സ് റൂട്ട് എഴുതി 1 - cos x പകരം 2 sin² x/2. ഇതുപോലെ 1 + cos x പകരം 2 cos² x/2. റൂട്ടിൻ്റെ ഉള്ളിൽ നോക്കിയേ 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോയി. ഈ sin² / cos² നമുക്ക് tan² എന്ന് എഴുതാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ റൂട്ട് sin² x/2 / cos² x/2 ദാറ്റ് ഈസ് ഈക്വൽ ടു tan² x/2. അപ്പോൾ നോക്കിയേ, ഇവിടെ റൂട്ടും സ്ക്വയറും ഒരുമിച്ച് വന്നു. tan² x/2 എന്ന് പറഞ്ഞാൽ tan x/2 ഹോൾ² എന്ന അർത്ഥം. ഇപ്പോൾ റൂട്ട് സ്ക്വയർ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കത് ക്യാൻസൽ ചെയ്ത് കളയാം. സോ അടുത്ത സ്റ്റെപ്പിൽ tan ഇൻവേഴ്സ് tan x/2 എന്നായി. അപ്പോൾ tan ഇൻവേഴ്സ് ഓഫ് tan x/2, tan ഇൻവേഴ്സ് ഓഫ് tan x/2 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു x/2. ഇതാണ് ഈ ഒരു സാധനത്തിൻ്റെ ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഫോം, ഏറ്റവും ലഘൂകരിച്ച ഫോമാണ് ഇത്, x/2. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. സിംപ്ലിഫൈ ടാൻ ഇൻവേഴ്സ് cos x - sin x / cos x + sin x. ഈ കാണുന്ന ചങ്ങാതീനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം, ഇതിനെ ഏറ്റവും ചെറിയ ഫോമിലേക്ക് മാറ്റണം. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ നമ്മൾ ഇതേപോലത്തെ ഒരു സാഹചര്യം ഒരു എക്സാമ്പിളിൻ്റെ ഇടയിൽ, ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്യണതിൻ്റെ ഇടയിൽ വെച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് cos x - sin x / cos x + sin x. ഇങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാനുള്ള ഏറ്റവും നല്ല ഐഡിയ എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഓരോ ടേമിനെയും, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഓരോ ടേമിനെയും cos x കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഓരോ ടേമിനെയും ഡിവൈഡ് ബൈ cos x, മുകളിലും അതായത് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും cos x കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ ഗുണം ഉണ്ടാവുക എന്ന് നോക്കാം. ടാൻ ഇൻവേഴ്സ് നമുക്കതൊന്ന് ഡിവൈഡ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇവിടെ cos x - sin x, അതിലെ cos x-നെയും cos x കൊണ്ട് ഡിവൈഡ് ചെയ്യുക, sin x-നെയും cos x കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ബൈ താഴെ cos x + sin x ആണ് കിടക്കുന്നത്. അതിലും ഓരോ ടേമിനെയും ഈ cos x-നെയും cos x കൊണ്ട് ഡിവൈഡ് ചെയ്യുക, sin x-നെയും cos x കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ന്യൂമറേറ്ററിലായിക്കോട്ടെ ഡിനോമിനേറ്ററിലായിക്കോട്ടെ ഇവിടെ കിടക്കുന്ന ഈച്ച് ആൻഡ് എവറി ടേമിനെ cos x കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ടാൻ ഇൻവേഴ്സ് cos x / cos x 1 മൈനസ് സൈൻ ബൈ കോസ് പറഞ്ഞാൽ ടാൻ ഡിവൈഡഡ് ബൈ കോസ് ബൈ കോസ് 1 പ്ലസ് ടാൻ എക്സ്. അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കുക, 1 മൈനസ് ടാൻ എക്സ് ബൈ 1 പ്ലസ് ടാൻ എക്സ്, ഇത് ആരുടെയെങ്കിലും എക്സ്പാൻഷൻ ആണോ എന്ന് ആലോചിക്കുക. ഈ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ π/4 ആണ്. അപ്പോൾ ടാൻ π/4 മൈനസ് ടാൻ എക്സ് ബൈ 1 പ്ലസ് ടാൻ എക്സ്, ഇത് ആരുടെയെങ്കിലും എക്സ്പാൻഷൻ ആണോ എന്ന് ആലോചിക്കുക. അപ്പോൾ നമുക്ക് പിടികിട്ടും. ഈ എഴുതിയിരിക്കുന്നത് ടാൻ ഓഫ്
π/4 മൈനസ് എക്സിൻ്റെ എക്സ്പാൻഷനാണ്. നിങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കിക്കോ. അപ്പോൾ കാര്യം പിടി കിട്ടും. ഇത് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ tan π/4 മൈനസ് tan എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan π/4 ഇൻറ്റു tan എക്സ് എന്നാണ് എക്സ്പാൻഡ് ചെയ്യുക. എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുക 1 മൈനസ് tan എക്സ് ബൈ 1 പ്ലസ് tan എക്സ് എന്നാണ് വരിക. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ടാൻ ഇൻവേഴ്സും ടാനും ഒരുമിച്ച് വന്നു. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് tan π/4 മൈനസ് എക്സ് ഈക്വൽ ടു π/4 മൈനസ് എക്സ്. ഇതാണ് നമുക്കിവിടെ തന്ന ഈ വലിയ സാധനത്തിൻ്റെ ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഫോം. ഓക്കെ, ഇതുപോലെ ഇദ്ദേഹത്തിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. സിംപ്ലിഫൈ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇപ്പോൾ ഇവിടെ റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ റൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഒരു നല്ല വാല്യൂ കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ എ സ്ക്വയറിനെയും കൂടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ജസ്റ്റ് 1 മൈനസ് എക്സ് സ്ക്വയർ എന്നായിരുന്നെങ്കിൽ സിമ്പിളായിരുന്നു. ഇവിടെ റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നാവുമ്പോൾ നമ്മളിവിടെ എന്താണ് കൊടുക്കേണ്ടതെന്ന് ആലോചിക്കുക. അപ്പോൾ ഇവിടെ ടാൻ ഇൻവേഴ്സ് ആണ്. സോ ഇതിൻ്റെ ഉള്ളിൽ ടാൻ വന്നു കഴിഞ്ഞാൽ നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ടാൻ വരണമെങ്കിൽ നമുക്കിവിടെ എക്സിൻ്റെ സ്ഥാനത്ത് സൈൻ തീറ്റ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സൈൻ ബൈ കോസ് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ എക്സിന് വെറും സൈൻ തീറ്റ കൊടുത്താൽ ഈ എ സ്ക്വയർ അവിടെ ഒറ്റയ്ക്ക് കിടക്കും. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാനുള്ള ഐഡിയ പുട്ട് എക്സ് ഈക്വൽ ടു എ സൈൻ തീറ്റ എന്ന് കൊടുക്കുക. എക്സിന് എ സൈൻ തീറ്റ എന്ന് കൊടുക്കുക. അപ്പോൾ എന്താ ഗുണം ഉണ്ടാവുകയെന്ന് ഞാൻ കാണിക്കാം. അപ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ് കാണുന്നിടത്ത് എ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സിന് പകരം എ സൈൻ തീറ്റ. അപ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സൈൻ തീറ്റ ഓൾ സ്ക്വയർ എന്നാണ് വരിക. അതിനെനിക്ക് എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. ഇങ്ങനെ എടുത്ത് എഴുതി. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ടാൻ ഇൻവേഴ്സ് എഴുതി എ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഈ റൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇവിടെ 2 ടേം ഉണ്ട്. 2 ടേമിലും എ സ്ക്വയർ കോമണാണ്. സോ എ സ്ക്വയറിനെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഇവിടെ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ മുകളിൽ കിടക്കുന്ന ടാൻ ഇൻവേഴ്സ് മുകളിലത്തെ എ സൈൻ തീറ്റ അങ്ങനെ തന്നെ എഴുതി, അതിലൊരു മാറ്റവും ഇല്ല. ഡിനോമിനേറ്ററിനെ ഇപ്പോൾ റൂട്ട് ഓഫ് എ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്നാണ് കിടക്കണേ. ഇതിന് നമുക്ക് റൂട്ട് എ സ്ക്വയർ ഇൻറ്റു റൂട്ട് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. അതിൽ റൂട്ട് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ആണ്, ഇൻറ്റു റൂട്ട് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ റൂട്ട് കോസ് സ്ക്വയർ തീറ്റ. ദെൻ ഈ എയും വെട്ടിക്കളഞ്ഞു. ഇനി നോക്കിയേ, റൂട്ട് കോസ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് കോസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് കോസ് തീറ്റയാണ്. റൂട്ടും സ്ക്വയറും ഒരുമിച്ച് വന്നാൽ നമുക്കത് ക്യാൻസൽ ചെയ്യാം. നമുക്ക് ടാൻ ഇൻവേഴ്സ് ഓഫ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് കിട്ടി. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് ടാൻ തീറ്റ എന്ന് എഴുതാം. സൈൻ ബൈ കോസ് ടാൻ ആണല്ലോ. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ടാൻ തീറ്റ. ടാൻ ഇൻവേഴ്സ് ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ തീറ്റ ഈക്വൽ ടു തീറ്റ. ഇനി നമുക്ക് ഈ തീറ്റ ആരാന്ന് നോക്കാം. ഇവിടെ നമ്മളിങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യം ഈ എനെ ലെഫ്റ്റിലേക്ക് എടുക്കുക. അപ്പോൾ എ ലെഫ്റ്റിലേക്ക് വരുമ്പോൾ എക്സ് ബൈ എ ഈക്വൽ ടു സൈൻ തീറ്റ എന്ന് കിട്ടും. ദെൻ സൈനിനെ ഇപ്പുറത്തേക്ക് എടുക്കുക. അപ്പോൾ സൈൻ ഇങ്ങോട്ട് വരുമ്പോൾ വിച്ച് ഇംപ്ലൈസ് സൈൻ ഇങ്ങോട്ട് വരുമ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ ഈക്വൽ ടു തീറ്റ. അപ്പോൾ ഈ സൈൻ ഇങ്ങോട്ട് എടുക്കുമ്പോൾ അത് സൈൻ ഇൻവേഴ്സ് ആയി. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ ഈക്വൽ ടു തീറ്റ എന്നാണ് വരിക. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ ആയിട്ട് തീറ്റ എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ എന്ന് എഴുതാം. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ഈ ഒരു വലിയൊരു ക്വസ്റ്റ്യൻ്റെ ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഫോം ഇതാണ്, സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഈ തന്നിരിക്കുന്ന ടാൻ ഇൻവേഴ്സ് 3a² x മൈനസ് എക്സ് ക്യൂബ്
ബൈ എ ക്യൂബ് മൈനസ് 3ax². ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം, ഇതിനെ ഒന്ന് ലഘൂകരിക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതുപോലെ ഇവിടെ നമ്മൾ 3a ഇതുപോലെ ഇതേ മോഡലിലുള്ള വേറെ ചോദ്യം നമ്മൾ ഓൾറെഡി ഇപ്പോൾ ചെയ്ത് നോക്കിയതാണ്. ഈ ഒരു എ മാത്രമേ കൂടുതലായിട്ട് വന്നിട്ടുള്ളൂ. നമുക്കിത് ചെയ്യാനായിട്ടുള്ള ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ എ കാണണോടത്ത് നമ്മൾ പുട്ട് എക്സ് ഈക്വൽ ടു, ഇതിലെ എക്സ് കാണണോടത്ത് ജസ്റ്റ് എ ടാൻ തീറ്റ എന്ന് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എ ടാൻ തീറ്റ, ഇതിലെ എക്സ് കാണണോടത്ത് എ ടാൻ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്താ ഉണ്ടാവുക എന്ന് നോക്കാം. അപ്പോൾ ടാൻ ഇൻവേഴ്സ് 3a² ഇൻറ്റു എക്സിന് പകരം എ ടാൻ തീറ്റ മൈനസ് എക്സിന് പകരം എ ടാൻ തീറ്റ. അപ്പോൾ എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ എ ടാൻ തീറ്റ ക്യൂബ് എന്ന് വെച്ചാൽ എ ക്യൂബ് ടാൻ ക്യൂബ് തീറ്റ ഓൾ ഡിവൈഡഡ് ബൈ, ഇവിടെ എ ക്യൂബ് അങ്ങനെ തന്നെ എഴുതി, മൈനസ് 3a എക്സിന് പകരം ഇത് കൊടുക്കുക. അപ്പോൾ x² എന്ന് പറയുമ്പോൾ എക്സ് എ ടാൻ തീറ്റ, അപ്പോൾ x² എന്ന് പറഞ്ഞാൽ a² ടാൻ സ്ക്വയർ തീറ്റ, a² ടാൻ സ്ക്വയർ തീറ്റ ഇങ്ങനെ എത്തി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ടാൻ ഇൻവേഴ്സ് അതുപോലെ തന്നെ എഴുതി, ഇവിടെ 3a² ഇൻറ്റു എ 3a³ ടാൻ തീറ്റ മൈനസ് എ ക്യൂബ് ടാൻ ക്യൂബ് തീറ്റ ഡിവൈഡഡ് ബൈ എ ക്യൂബ് അങ്ങനെ തന്നെ എഴുതി, മൈനസ് 3a³ ടാൻ സ്ക്വയർ തീറ്റ ഇങ്ങനെ കിട്ടി. ഇനി ഇതിൽ നോക്കിയേ, മുകളിലുള്ള രണ്ട് ടേമിലും എ ക്യൂബ് കോമണാണ്, ഇതുപോലെ താഴെയുള്ള രണ്ട് ടേമിലും എ ക്യൂബ് കോമണാണ്. നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ടാൻ ഇൻവേഴ്സ് മുകളിൽ നിന്നും ഒരു എ ക്യൂബ് ഔട്ട് സൈഡ് എടുത്തു, ബാക്കിയുള്ളത് എഴുതുമ്പോൾ 3 ടാൻ തീറ്റ മൈനസ് ടാൻ ക്യൂബ് തീറ്റ, ഇതുപോലെ താഴെ നിന്നും രണ്ടിലും എ ക്യൂബ് കോമണാണ്, എ ക്യൂബ് ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ 1 മൈനസ് 3 ടാൻ സ്ക്വയർ തീറ്റ. ഇപ്പോൾ നോക്കിയേ, ഇവിടെ ഒരു എ ക്യൂബും ഈ എ ക്യൂബും വെട്ടിപ്പോയി. അപ്പോൾ ബാക്കിയുള്ളത് നമ്മൾ നോക്കുമ്പോൾ ടാൻ ഇൻവേഴ്സ് 3 ടാൻ തീറ്റ മൈനസ് ടാൻ ക്യൂബ് തീറ്റ ബൈ 1 മൈനസ് 3 ടാൻ സ്ക്വയർ തീറ്റ. ഈ കിടക്കുന്നത് ടാൻ 3 തീറ്റയുടെ എക്സ്പാൻഷനാണ് ഈ കിടക്കുന്നത്. നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ്, ഈ കിടക്കുന്ന മൊത്തം ആളെന്ന് നമുക്ക് ടാൻ 3 തീറ്റ എന്ന് എഴുതാം, ടാൻ 3 തീറ്റ. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ടാൻ 3 തീറ്റ, ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ടാൻ 3 തീറ്റ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 തീറ്റ, അതായത് 3 ഇൻറ്റു തീറ്റ. ഇനി ഇതിലെ തീറ്റ ആരാന്ന് നോക്കാം. നമ്മൾ എക്സ് ഈക്വൽ ടു എ ടാൻ തീറ്റ എന്നാണ് കൊടുത്തേക്കണേ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് എഴുതാം, എക്സ് ഈക്വൽ ടു എ ടാൻ തീറ്റ എന്നാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് തീറ്റ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനായിട്ട് എനെ ആദ്യം ലെഫ്റ്റിലേക്ക് എടുക്കുക. അപ്പോൾ ഇവിടെ എ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ടാൻ തീറ്റ, അപ്പോൾ ഈ ഇൻറ്റു എ ലെഫ്റ്റിലേക്ക് വന്നാൽ എക്സ് ബൈ എ ഈക്വൽ ടു ടാൻ തീറ്റ. ദെൻ ടാനിനെ ലെഫ്റ്റിലേക്ക് എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ ഈക്വൽ ടു തീറ്റ. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ 3 ഇൻറ്റു തീറ്റയ്ക്ക് പകരം ഇത് കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, അതായത് ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് 3 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ എന്ന് എത്തിക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് 1 ബൈ എക്സ് മൈനസ് 2 പ്ലസ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് 1 ബൈ എക്സ് പ്ലസ് 2 ഈക്വൽ ടു പൈ ബൈ 4, ഇത് ഒരു ഇക്വേഷൻ തന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് വാല്യൂ ഓഫ് എക്സ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഈ എക്സിൻ്റെ വാല്യൂ എത്ര, ഇതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഫോമിലാണ് ഇത് കിടക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ആൻസർ ഫസ്റ്റ് തന്നെ എഴുതാം. നമുക്ക് ടാൻ ഇൻവേഴ്സും കൂട്ടാനൊക്കെ അറിയാം. അപ്പോൾ ആ ഫോമുല വെച്ച്
ഇതിൻ്റെ ആൻസർ ആദ്യം എഴുതുക. ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ്. നമ്മൾ പഠിച്ചേക്കണത് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ. അപ്പോൾ ആദ്യം ഇയാളെ എഴുതി, പ്ലസ് ഇയാളെ എഴുതി, ഡിവൈഡഡ് ബൈ 1 മൈനസ് ഇയാൾ ഇൻറ്റു ഇയാൾ. ഇതാണ് നമ്മുടെ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ കാണാനായിട്ടുള്ള ആ ഫോർമുല. അപ്പോൾ ഇത് ഉപയോഗിച്ച് ഈ ലെഫ്റ്റ് സൈഡിനെ ടാൻ ഇൻവേഴ്സ് ഓഫ് ഇത് പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് ഈ സാധനം ഇത് ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു, ഇത് π/4 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു π/4. നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ജസ്റ്റ് ഈ ടാൻ ഇൻവേഴ്സിന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി എന്ന് വേണമെങ്കിൽ വിചാരിക്കുക, അല്ലെങ്കിൽ രണ്ട് സൈഡും ടാൻ കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പോയി. അപ്പോൾ ഇതിൻ്റെ ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് ഈ സാധനം എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് എക്സ് മൈനസ് 1 ബൈ എക്സ് മൈനസ് 2 പ്ലസ് എക്സ് പ്ലസ് 1 ബൈ എക്സ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് മൈനസ് 1 ബൈ എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 1 ബൈ എക്സ് പ്ലസ് 2 ഇങ്ങനെ കിട്ടി. ദിസ് ഈസ് ഈക്വൽ ടു, ഈ ടാൻ ഇൻവേഴ്സ് ഇപ്പുറത്തേക്ക് വന്നു, അല്ലെങ്കിൽ ടാൻ കൊണ്ട് രണ്ട് സൈഡ് ഓപ്പറേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ ഇത് പോയി, ഇത് മാത്രമായി. ഇപ്പുറത്ത് ടാൻ π/4 എന്ന് കിട്ടി, ടാൻ π/4. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഈ ടാൻ ഇൻവേഴ്സിന് ഇപ്പുറത്തേക്ക് കൊടുത്തു, അപ്പോൾ അത് ടാൻ π/4 എന്നായി. ഇനി ഇവിടെ നമുക്കിതിനെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഒന്ന് ക്രോസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു 2 2x, മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് എക്സ്, മൈനസ് 1 ഇൻറ്റു 2 മൈനസ് 2. ഒറ്റയടിക്കത് പ്ലസ് ഇത് തമ്മിൽ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു മൈനസ് 2 മൈനസ് 2x, 1 ഇൻറ്റു എക്സ് പ്ലസ് എക്സ്, 1 ഇൻറ്റു മൈനസ് 2 മൈനസ് 2 ഡിവൈഡഡ് ബൈ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 2 എന്ന് പറഞ്ഞാൽ അതിനെ എക്സ് സ്ക്വയർ മൈനസ് 4 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ ഇവിടെ 1 മൈനസ് നമ്മുടെ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 4 എന്ന് എഴുതാം. അപ്പോൾ ഇങ്ങനെ വരെ എത്തിച്ചു കൂട്ടാം. ഇനി ഇതിൽ നോക്കിയേ, ഇവിടെ ആരെങ്കിലും ഇതിവിടെ പ്ലസ് 2x ഉണ്ട് മൈനസ് 2x ഉണ്ട്, വെട്ടിക്കളഞ്ഞു. ഇവിടെ മൈനസ് എക്സ് ഉണ്ട്, ഇവിടെ പ്ലസ് എക്സ് ഉണ്ട്, അതും വെട്ടിക്കളഞ്ഞു. ഇനി ബാക്കിയുള്ളത് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയറും എക്സ് സ്ക്വയറും കൂട്ടിക്കഴിഞ്ഞാൽ 2x സ്ക്വയർ. പിന്നെ ഇവിടെ ബാക്കിയുള്ളത് മൈനസ് 2 മൈനസ് 2 മൈനസ് 4 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 4 അങ്ങനെ തന്നെ എഴുതി. ബൈ ഇവിടെ ഇതിനെ ഒന്ന് 1ൻ്റെ താഴെ ഒരു 1 ഉണ്ടെന്ന് വിചാരിച്ചു, ക്രോസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് 4 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ മൈനസ് 4 എന്ന് വരും. ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ടാൻ π/4 ആണ് കിടക്കുന്നത്. ടാൻ π/4 എന്ന് പറഞ്ഞാൽ ടാൻ 45 1 ആണെന്ന് നമുക്കറിയാം. ഈ എക്സ് സ്ക്വയർ മൈനസ് 4ഉം ഈ എക്സ് സ്ക്വയർ മൈനസ് 4ഉം ക്യാൻസൽ ചെയ്ത് പോയി. രണ്ടാമതും നാലാമതും സെയിം ആൾ കിടക്കണു, സോ അത് ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ നമുക്ക് 2x സ്ക്വയർ മൈനസ് 4 ബൈ ഇവിടെ ഈ മൈനസ് ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ ഇത് മൈനസ് എക്സ് സ്ക്വയർ ആയി. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ അത് 0 ആയിപ്പോയി. ഈ മൈനസും മൈനസും ചേർന്ന് ഇത് പ്ലസ് 1 ആയി. അപ്പോൾ മൈനസ് 4 പ്ലസ് 1 മൈനസ് 3 എന്നായി, ഈക്വൽ ടു 1. ഇനി നമുക്ക് ഈ മൈനസ് 3നെ അപ്പുറത്തേക്ക് കൊടുക്കുക. അപ്പോൾ ഇവിടെ ബൈ മൈനസ് 3 അപ്പുറത്തേക്ക് പോകുമ്പോൾ 2x സ്ക്വയർ മൈനസ് 4 ഈക്വൽ ടു ബൈ മൈനസ് 3 അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇൻറ്റു മൈനസ് 3 ആയി. 1 ഇൻറ്റു മൈനസ് 3 മൈനസ് 3. നെക്സ്റ്റ് സ്റ്റെപ്പിൽ 2x സ്ക്വയർ ഈക്വൽ ടു മൈനസ് 4 അപ്പുറത്തേക്ക് കൊടുക്കുക, മൈനസ് 3 പ്ലസ് 4. അപ്പോൾ നമുക്ക് 2x സ്ക്വയർ ഈക്വൽ ടു
1. Then next 2x square equal to 1 ആണെങ്കിൽ x square equal to 1/2. ഇപ്പോൾ സ്ക്വയറിന് അപ്പുറത്തേക്ക് കൊടുക്കുകയാണെങ്കിൽ എക്സ് ഈക്വൽ ടു സ്ക്വയർ അപ്പുറത്തേക്ക് പോയാൽ പ്ലസ് ഓർ മൈനസ് √1/2 എന്ന് വെച്ചാൽ എക്സ് ഈക്വൽ ടു 1/√2 അല്ലെങ്കിൽ ഓർ -1/√2 എന്ന് കിട്ടി. ഇതാണ് എക്സിന് കൊടുക്കാവുന്ന വിലകൾ. എക്സ് 1/√2 ആവാം, -1/√2 ആവാം. ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ഫൈനൽ ആൻസർ. അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഫൈൻഡ് വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് സൈൻ 2π/3. സൈൻ ഇൻവേഴ്സ് സൈൻ 2π/3യുടെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് എന്നാണ് നമ്മൾ എഴുതാറ്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് സൈൻ 2π/3 എന്ന് പറഞ്ഞാൽ 2π/3 എന്ന് നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ പക്ഷേ ഇതിൻ്റെ എക്സാക്ട്ലി ഇതിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ പ്രിൻസിപ്പിൾ വാല്യൂ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് സൈൻ 2π/3യുടെ പ്രിൻസിപ്പിൾ വാല്യൂ നമ്മളിപ്പോൾ സൈൻ 2π/3 എന്ന് പറയുമ്പോൾ സൈൻ 2π/3ക്ക് ഒരു എക്സാക്റ്റ് ആൻസർ ഉണ്ടാവും. അതിൻ്റെ സൈൻ ഇൻവേഴ്സ് എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും പ്രിൻസിപ്പിൾ വാല്യൂ ആണ് പ്രിഫർ ചെയ്യുക. സോ ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പഠിച്ചേക്കുന്നത് സൈനിൻ്റെ പ്രിൻസിപ്പിൾ വാല്യൂ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആൻഡ് ഫോർത്ത് ക്വാഡ്രൻറ്റ് എന്നാണ്. ഇവിടെയുള്ള ഈ 2π/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ലൈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രൻറ്റ്. 2π/3 വേണമെങ്കിൽ നമ്മൾ π/3 എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി, 2 × 60 120 ഡിഗ്രി. 0 തൊട്ട് 90 വരെയാണ് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ, 90 തൊട്ട് 180 വരെ സെക്കൻഡിലാണ്. അപ്പോൾ ഇത് സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ് കിടക്കുന്നത്. സോ നമുക്ക് ഇതിനെ സൈൻ ഇൻവേഴ്സ് സൈൻ ഈ 2π/3നെ ഇത് സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 2π/3നെ വേണമെങ്കിൽ നോക്കിയേ π-π/3 എന്ന് എഴുതാം. ഇതിന് നമുക്ക് π-π/3 എന്ന് എഴുതാം. നോക്കിക്കോ 3π - π 2π/3 ആണ് സാധനം. അപ്പോൾ ഈ 2π/3നെ വേണമെങ്കിൽ π-π/3 എന്ന് എഴുതാം. പിന്നെ നമ്മൾ +1 പഠിച്ചിട്ടുണ്ട് സൈൻ π - x ഈക്വൽ ടു സൈൻ എക്സ്. നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ദിസ് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് സൈൻ π - x എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ്. നമുക്കിതിനെ ഇങ്ങനെ മാറ്റാം. ഇനി നോക്കിയേ സൈൻ ഇൻവേഴ്സ് സൈൻ π/3 ഈക്വൽ ടു π/3. സൈൻ ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആൻഡ് ഫോർത്ത് ക്വാഡ്രൻ്റ് ആണ്. ഇതിൽ π/3 എന്ന് പറഞ്ഞാൽ ഇറ്റ് ലൈസ് ഇൻ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് വാല്യൂ. ഇതുപോലെ ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് കാണിക്കാം. ടാൻ ഇൻവേഴ്സ് ടാൻ 3π/4. ഈ 3π/4 എന്ന് പറഞ്ഞാൽ ഏത് ക്വാഡ്രൻറ്റിലാണ് കിടക്കാമെന്ന് നോക്കുക. π/4 45, 3π/4 എന്ന് പറഞ്ഞാൽ 3 × 45 135. ഇറ്റ് ലൈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രൻറ്റ്. അപ്പോൾ നമ്മളിതിനെ π- എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റുമെന്ന് ആലോചിക്കും. നമുക്കിതിനെ ടാൻ ഇൻവേഴ്സ് ടാൻ ഈ 3π/4നെ π - π/4 എന്ന് എഴുതാം. ടാൻ ഓഫ് π - π/4 എന്ന് എഴുതാം. ഇനി നമ്മൾ പഠിച്ചേക്കണ അനുസരിച്ച് സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ ടാൻ നെഗറ്റീവാണ്. ഇപ്പോൾ ടാൻ π - x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു -tan x അല്ലെങ്കിൽ ടാൻ ഓഫ് -x എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ടാൻ ഓഫ് π - π/4 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ -π/4 എന്ന് നമുക്ക് പറയാം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എന്ന് പറഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്ത് പോയി ആൻസർ -π/4. ഈ -π/4 എന്ന് പറഞ്ഞാൽ ഏത് ക്വാഡ്രൻറ്റിലാണ് കിടക്കുക എന്നൊന്ന് ആലോചിച്ച് നോക്കുക. -π/4 ഫോർത്തിലാണ് കിടക്കുക. ടാൻ ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നത് ഫസ്റ്റും ഫോർത്തുമാണ്. അപ്പോൾ നമുക്ക് ഫോർത്തിലുള്ള ആൻസർ കിട്ടി. സോ നോ പ്രോബ്ലം. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും എളുപ്പത്തിൽ ഇങ്ങനെയും ചിന്തിക്കാം കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് സെക്കൻഡിലാണ് കിടക്കുക. സെക്കൻഡിൽ ടാനിൻ്റെ സൈൻ നെഗറ്റീവാണ്. അപ്പോൾ ഇതൊരു നെഗറ്റീവ് വാല്യൂ ആണ് വരിക. അപ്പോൾ ടാൻ ഇൻവേഴ്സിന് നെഗറ്റീവ് വന്നാൽ ഫോർത്ത് ക്വാഡ്രൻറ്റിലെ വാല്യൂ എടുക്കേണ്ടത്. ഇത് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ ആൾ π/4 ആണെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫോർത്തിലുള്ള ആളെന്ന് പറഞ്ഞാൽ -π/4 ആയിരിക്കും. അങ്ങനെയും വേണമെങ്കിൽ ആലോചിച്ച് ഉത്തരത്തിലേക്ക് എത്താം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് വാല്യൂ ഓഫ് ടാൻ ഓഫ് സൈൻ ഇൻവേഴ്സ് 3/5 പ്ലസ് കോട്ട് ഇൻവേഴ്സ് 3/2. ഇതും കൂട്ടുക, അതിൻ്റെ ടാൻ വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്.
നമുക്കറിയാം സൈൻ ഇൻവേഴ്സും കോട്ട് ഇൻവേഴ്സും ഒന്നും കൂട്ടാൻ എൻ്റെ കയ്യിൽ ഇക്വേഷൻ ഇല്ല. എൻ്റെ കയ്യിലുള്ളത് ടാൻ ഇൻവേഴ്സ് എക്സും ടാൻ ഇൻവേഴ്സ് വൈയും കൂട്ടാൻ ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഈ തന്നേക്കണ ആളെ എങ്ങനെയെങ്കിലും ടാൻ ഇൻവേഴ്സ് ആക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കുക. ഇയാളെയും ടാൻ ഇൻവേഴ്സ് ആക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കുക. അതാണ് നമ്മുടെ ഫസ്റ്റ് പരിപാടി. ഞാൻ ആദ്യം തന്നെ ഈ സൈൻ ഇൻവേഴ്സ് 3/5 ജസ്റ്റ് സൈൻ ഇൻവേഴ്സ് 3/5 = എക്സ് എന്ന് വിചാരിച്ചു. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ സൈൻ ഇൻവേഴ്സ് ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ 3/5 = സൈൻ എക്സ് എന്ന് എഴുതാം. സൈൻ ഇൻവേഴ്സ് ഇങ്ങോട്ട് പോയി എന്ന് വിചാരിച്ചാൽ മതി. ശരിക്കും സൈൻ കൊണ്ട് രണ്ട് സൈഡ് ഓപ്പറേറ്റ് ചെയ്തതാണ് ശരിക്കുള്ള കാര്യം. പക്ഷെ നിങ്ങൾ വിചാരിക്കുമ്പോൾ എളുപ്പത്തിന് സൈൻ ഇൻവേഴ്സ് റൈറ്റിക്ക് പോയി, അപ്പോൾ സൈൻ ആയി എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ 3/5 = സൈൻ എക്സ്. സൈൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിളിൽ, ഒരു റൈറ്റ് ട്രയാങ്കിളിൽ എക്സ് എന്ന ആംഗിൾ ഉണ്ടെങ്കിൽ ആ എക്സിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടന്യൂസും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ സൈൻ എക്സ് എന്ന് വിളിക്കുക. നമുക്കറിയാവുന്ന കാര്യമാണ്. ഞാനിവിടെ ഇതാണ് എൻ്റെ റൈറ്റ് ട്രയാങ്കിൾ എന്ന് സങ്കല്പിക്കുക. ഇത് 90 ഡിഗ്രി, ഇത് എക്സ് എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ എക്സിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, അതിൻ്റെ നേരെയാണ് ഇവിടെ 3 കിടക്കുന്നത്. അപ്പോൾ ഈ ഓപ്പോസിറ്റ് സൈഡ് 3 എന്ന് വിചാരിച്ചു. ഹൈപ്പോട്ടന്യൂസിൻ്റെ നേരെ ഇവിടെ 5 കിടക്കണം. ഹൈപ്പോട്ടന്യൂസ് 5 എന്ന് വിചാരിക്കും. നമുക്ക് ഇതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് കാണാമല്ലോ ഈസി ആയിട്ട് ബൈ യൂസിങ് പൈതഗോറസ് തിയറം. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ = ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അത് യൂസ് ചെയ്ത് ഈ ഓൾട്ടിറ്റ്യൂഡ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? ഇത് വരിക √5² - 3². അതായത് √25 - 9 √16. അപ്പോൾ ഇതിൻ്റെ നീളം വരിക, നമുക്ക് ചെയ്ത് നോക്കിയാൽ 4 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് കിട്ടി. ഇനി ഇതിൽ നിന്ന് നമുക്കപ്പം നേരെ ടാൻ എക്സ് എടുത്ത് എഴുതാം. therefore ടാൻ എക്സ് = നമുക്കിതിനെ ടാൻ ഇൻവേഴ്സ് ആക്കലാണ് ലക്ഷ്യം. ഈ എക്സിനെ നമുക്ക് ടാൻ എക്സ് = ടാൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ടാൻ എക്സ് പറഞ്ഞാൽ ഓപ്പോ ബൈ അഡ്ജസൻറ്റ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഇപ്പോൾ ഇവിടെ നോക്കി, എക്സിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് 3, എക്സിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് 4. നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എക്സ് = ടാൻ ഇൻവേഴ്സ് കൊണ്ട് രണ്ട് സൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് = ടാൻ ഇൻവേഴ്സ് 3/4 എന്ന് എഴുതാം. നോക്കിയാൽ നമ്മൾ ഈ കിടന്ന സൈൻ ഇൻവേഴ്സ് 3/5 എക്സ് എന്ന് വിചാരിച്ചത് ചെയ്ത് വന്നപ്പോൾ അത് ടാൻ ഇൻവേഴ്സ് 3/4 ഈക്വലാന്ന് കിട്ടി. പിന്നെ ഇയാൾക്ക് പകരം ടാൻ ഇൻവേഴ്സ് 3/4 യൂസ് ചെയ്യാം. ഇനി അടുത്തത് കോട്ട് ഇൻവേഴ്സ് 3/2. അത് സിമ്പിളാണ്. ഈ 1/കോട്ടിനെയാണ് നമ്മൾ ടാൻ എന്ന് വിളിക്കുക. അപ്പോൾ ടാൻ ഇൻവേഴ്സ് 3/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച പ്രോപ്പർട്ടി അനുസരിച്ച് തന്നെ പറയാം. ടാൻ ഇൻവേഴ്സ് 3/2 കോട്ട് ഇൻവേഴ്സ് 3/2 ടാൻ ഇൻവേഴ്സ് 1/3/2. കോട്ട് ഇൻവേഴ്സ് 3/2 എന്ന് പറയണതിൻ്റെ റെസിപ്രോക്കൽ. അപ്പോൾ ഇതിനെ ടാൻ ആക്കാനായിട്ട് കോട്ട് ഇൻവേഴ്സ് 3/2 ടാൻ ഇൻവേഴ്സ് ഈ കിടക്കുന്ന ആളുടെ റെസിപ്രോക്കൽ. നമ്മൾ പഠിച്ചതനുസരിച്ച് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് = സൈൻ ഇൻവേഴ്സ് 1/x എന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ കോട്ട് ഇൻവേഴ്സ് എക്സ് = ടാൻ ഇൻവേഴ്സ് 1/x എന്ന് പഠിച്ചിട്ടുണ്ട്. അതേപോലെ കോട്ട് ഇൻവേഴ്സ് 3/2 ടാൻ ഇൻവേഴ്സ് ഇയാളുടെ റെസിപ്രോക്കൽ 2/3. അപ്പോൾ നമ്മൾ പതുക്കെ ഇയാളുടെ ടാൻ ഇൻവേഴ്സിലേക്ക് ആക്കി, ഇയാളെയും ടാൻ ഇൻവേഴ്സിലേക്ക് ആക്കി. അപ്പോൾ ഇത് രണ്ടും നമ്മൾ പതുക്കെ ചെയ്തു. ഇനി നേരെ ഈ ഫോമുലയിൽ നമുക്ക് ഇട്ട് കൊടുക്കാതെ, ഈ ഫോമുലയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എന്താ വരിക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ടാൻ അങ്ങനെ തന്നെ എഴുതി. സൈൻ ഇൻവേഴ്സ് 3/5 പകരം ഈ വാല്യൂ കൊടുക്കുക. ടാൻ ഇൻവേഴ്സ് 3/4 എന്ന് കൊടുത്തു. പ്ലസ് കോട്ട് ഇൻവേഴ്സ് 3/2 പകരം നമ്മൾ ടാൻ ഇൻവേഴ്സ് 2/3 എന്ന് കണ്ടുപിടിച്ചു. നമുക്കിതൊന്ന് കൂട്ടി നോക്കാം. അപ്പോൾ നമ്മൾ ടാൻ അങ്ങനെ തന്നെ എഴുതി. ഇവിടെ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ എന്നുള്ള ഫോമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 - xy. ഇങ്ങനെയാണ് കിട്ടുക. നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഈ ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കളയാം. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ക്രോസ് ചെയ്തു എന്ന് വെക്കുക, അല്ലെങ്കിൽ അടുത്ത ഒരു സ്റ്റെപ്പും കൂടി കളഞ്ഞിട്ട് കളയാം. ഇവിടെ ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് ഇത് ക്രോസ് ചെയ്തു എന്ന് വെക്കുക. 3 × 3 9,
പ്ലസ് 8 17/12 ഡിവൈഡഡ് ബൈ ഇത് 6/12 എന്ന് കിട്ടും. അപ്പോൾ 1 മൈനസ് 6/12 എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്രോസ് ചെയ്താൽ 6/12 എന്ന് തന്നെ കിട്ടും. അപ്പോൾ നോക്കി ഈ 12ഉം ഈ 12ഉം ക്യാൻസൽ ചെയ്ത് പോയി. നമുക്ക് ഫൈനൽ ആൻസർ ആയിട്ട് ടാൻ ഇൻവേഴ്സ് അല്ലെങ്കിൽ ടാൻ ഇൻവേഴ്സ് 17/6 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 17/6. അപ്പോൾ നമ്മുടെ ഈ പ്രോബ്ലത്തിൻ്റെ ഉത്തരം വരിക 17/6 എന്നാണ് നമുക്ക് ഫൈനൽ ആൻസർ ആയിട്ട് കിട്ടുക. ഇതൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. സൈൻ ഓഫ് π/3 മൈനസ് സൈൻ ഇൻവേഴ്സ് -1/2 എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ 4 ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. നമുക്ക് ഓപ്ഷൻസ് ഒന്നും ഇപ്പോൾ നോക്കണ്ട, നമുക്ക് നേരെ ഇതിൻ്റെ ആൻസറിലേക്ക് പോവാം. സൈൻ ഓഫ് π/3 മൈനസ് സൈൻ ഇൻവേഴ്സ് -1/2. നമുക്ക് ആദ്യം ഇയാളുടെ വില കണ്ടുപിടിക്കാം. സൈൻ ഇൻവേഴ്സ് -1/2, സൈൻ ഇൻവേഴ്സ് -1/2. ഇത് കാണാനായിട്ടുള്ള ഐഡിയ ഒക്കെ നമ്മൾ ഫസ്റ്റ് ഭാഗത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് സൈൻ ഇൻവേഴ്സ് 1/2ൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. നെഗറ്റീവ് ഇല്ല എന്ന് വിചാരിച്ച ആൻസർ കാണുക. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞാൽ സൈനിന് ഏത് ആംഗിൾ കൊടുക്കുമ്പോഴാണ് ഉത്തരം 1/2 കിട്ടുക? 30 ഡിഗ്രി, അതായത് π/6 റേഡിയൻ. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 1/2 പറഞ്ഞാൽ π/6. സോ സൈൻ ഇൻവേഴ്സ് -1/2 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇതിൻ്റെ ഒരു മൈനസ് കൊടുത്താൽ മതി. അപ്പോൾ -π/6 ഇതിൻ്റെ വാല്യൂ കിട്ടി. നമുക്ക് നേരെ ഇതിൽ കൊണ്ട് കൊടുക്കാം. അപ്പോൾ സൈൻ ഓഫ് π/3 മൈനസ് ഇയാളുടെ വാല്യൂ നമുക്കിപ്പോൾ ദേ -π/6 എന്ന് കിട്ടി. -π/6. ഇപ്പോൾ 2 മൈനസ് അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ സൈൻ ഓഫ് π/3 പ്ലസ് π/6 എന്ന് എഴുതാം. അപ്പോൾ π/3 പ്ലസ് π/6 മൈനസും മൈനസും ചേർന്നു പ്ലസ് ആയി. ഈ π/3 പ്ലസ് π/6 എത്രയാണ്? നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആക്കുകയാണെങ്കിൽ 2 കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2π/6 പ്ലസ് π/6 അതായത് 3π/6. അതിനെ 3 കൊണ്ട് വെട്ടി കളഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ π/2. സൈൻ π/2. സൈൻ π/2 എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ ഈ തന്ന സംഗതിയുടെ വില 1 ആണ്. അതായത് ഇതിൽ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഓപ്ഷൻ ഡി ആണ് ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ. ഇനി ഇതുപോലെ അടുത്തൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ നോക്കാം. കോസ് ഇൻവേഴ്സ് കോസ് 7π/6 ഇതിൻ്റെ വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇപ്പോൾ ഈ 7π/6 എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാണെന്ന് ആലോചിക്കുക. അതായത് ഏത് ക്വാഡ്രൻറ്റിലാണെന്ന് നോക്കാം. π/6 എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി. അപ്പോൾ 7π/6 എന്ന് പറഞ്ഞാൽ 7 × 30 210 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 തൊട്ട് 90 വരെ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, 90 തൊട്ട് 180 വരെ സെക്കൻഡ്, 180 തൊട്ട് 270 തേർഡ്. അപ്പോൾ ഇത് കിടക്കുന്നത് തേർഡ് ക്വാഡ്രൻറ്റിലാണ്. തേർഡ് ക്വാഡ്രൻറ്റിൽ കോസ് നെഗറ്റീവാണ്. അപ്പോൾ നമുക്ക് കോസ് ഇൻവേഴ്സ് ഓഫ് നെഗറ്റീവാണ് വേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് 0 to π ആണ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റും സെക്കൻഡ് ക്വാഡ്രൻറ്റും. പോസിറ്റീവാണ് വരുന്നതെങ്കിൽ ഫസ്റ്റിലത്തെ ഉത്തരം എടുക്കും, നെഗറ്റീവാണെങ്കിൽ സെക്കൻഡിലെ ഉത്തരം എടുക്കും. ഇപ്പോൾ ഇവിടെ നെഗറ്റീവാണ് വന്നേക്കുന്നത്. സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെക്കൻഡ് ക്വാഡ്രൻറ്റിലെ ആൻസറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ കോസ് ഇൻവേഴ്സ് കോസ് 7π/6 എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് ആലോചിക്കുക. കോസ് ഇൻവേഴ്സ് കോസ് 7π/6 നമുക്ക് ഇതിനെ ചുമ്മാ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ 7π/6 π പ്ലസ് π/6 എന്ന് എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു കോസ് ഓഫ് π പ്ലസ് π/6 എന്ന് എഴുതാം. ഇപ്പം ഇതാണ് തേർഡ് ക്വാഡ്രൻറ്റിലെ വാല്യൂ. അപ്പോൾ തേർഡ് ക്വാഡ്രൻറ്റിൽ ഇപ്പോൾ π പ്ലസ് ആൽഫ എന്നാണ് കിടക്കണമെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലുള്ളത് വെറും π/6. പക്ഷേ ഇത് കോസ് π പ്ലസ് π/6 എന്ന് പറഞ്ഞാൽ ഇത് നെഗറ്റീവാണ്. അപ്പോൾ ഇതിനോട് ഈക്വൽ ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് കോസ് ഇൻവേഴ്സ് അങ്ങനെ തന്നെ എഴുതി കോസ് ഓഫ് π പ്ലസ് π/6 ഈക്വൽ ആണ്. ഇത് കോസ് π പ്ലസ് എക്സും കോസ് π മൈനസ് എക്സും ഈക്വൽ ആണ്. കോസ് π പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ തേർഡ് ക്വാഡ്രൻറ്റിൽ, π മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ. രണ്ടിലും കോസിൻ്റെ ചിഹ്നം നെഗറ്റീവാണ്. അപ്പോൾ കോസ് π പ്ലസ് എക്സും കോസ് π മൈനസ് എക്സും ഈക്വൽ ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് നേരെ കോസ് ഓഫ് π മൈനസ് π/6 എന്ന് എഴുതാം. രണ്ടും സെയിം ആണ്. π മൈനസ് π/6 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് കോസ് 5π/6. ക്രോസ് ചെയ്താൽ 5π/6 എന്ന് വരും. കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് ഈക്വൽ ടു എക്സ് ആണ്. സോ ഇതിനെ ഈക്വൽ ടു 5π/6 എന്ന് എഴുതാം. ഇനി ഈ കിട്ടിയ ഉത്തരം നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിലുണ്ടോ എന്ന് നോക്കാം. കോസ് ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ പറഞ്ഞാൽ 0 to π ആണ്. അപ്പോൾ 5π/6 ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to π. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ.